അല്ലാഹുവിൻ്റെ ദീനിനെ കുറിച്ച് പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള നമ്മുടെ ഈ സദുദ്യമത്തെ ഒരു സൽക്കർമ്മമായി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. വൈദാ മറർത്തും ബിരിയാദിൽ ജന്നത്തി ഫർതഉ, നിങ്ങൾ സ്വർഗത്തിൻ്റെ തോപ്പിലൂടെ യാത്ര ചെയ്താൽ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ സ്വർഗത്തോപ്പാണ് ഇൽമിൻ്റെ മജ്ലിസ് എന്നുള്ളത്. അതുകൊണ്ട് ആ ഒരു നല്ല നിയത്തോടു കൂടി നമ്മളെല്ലാവരും ഇരിക്കണം എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് എന്നോട് സംസാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളത്. ഈ ലോകത്ത് ഒരുപാട് ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഒരുപാട് നേതാക്കന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഒരുപാട് എഴുത്തുകാർ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഒരുപാട് പ്രാസംഗികന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. പല ആളുകളെയും പലരും ഓർത്തുകൊണ്ടിരിക്കുന്നു, പലരുടെയും ഓർമ്മക്കായി ഇവിടെ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓർമ്മകളുടെ പേരിൽ പുസ്തകങ്ങളും, ഓർമ്മയുടെ പേരിൽ സ്മാരകങ്ങളും, ഓർമ്മയുടെ പേരിൽ ചരിത്ര സെമിനാറുകളും, അങ്ങനെ പല പല കാര്യങ്ങൾ നടത്തിക്കൊണ്ട് കഴിഞ്ഞുപോയ പല ആളുകളെയും പലരും ഓർക്കാറുണ്ട്. പലരെയും ഓർക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. അക്രമികളായ ആളുകളെയും എന്നും ഓർത്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, നല്ലവരായ ആളുകളെയും എന്നും ഓർത്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ഓർക്കാനുള്ള കാരണം അവരുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു മേഖലയായിരിക്കാം. ചിലപ്പോൾ വലിയൊരു എഴുത്തുകാരനായിരുന്നു, അതല്ലെങ്കിൽ വലിയൊരു പ്രഭാഷകനായിരുന്നു, അങ്ങനെ അല്ലെങ്കിൽ ഒരു പൊതുസേവകനായിരുന്നു. അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തങ്ങളായ ഓരോരോ കാരണങ്ങൾ കൊണ്ടാണ് ഓരോരുത്തരെയും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇസ്ലാമിക ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മനുഷ്യ ജീവിതത്തിൽ എല്ലാ മേഖലകളിലേക്കും വെളിച്ചം പകരുന്ന ഒരു തലമുറ, ആ വിഷയത്തിൽ മാതൃകയായി ജീവിച്ച ഏറ്റവും നല്ല ഒരു ജനത, എന്തുകൊണ്ടും ഓർക്കപ്പെടാവുന്ന, എന്തുകൊണ്ടും നന്മ മാത്രം പറയപ്പെടാവുന്ന ഒരു വിഭാഗം ആളുകൾ, അവരെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തന്നത് മുഹാജിറുകൾ, അൻസ്വാറുകൾ എന്ന പ്രത്യേക പേരിട്ടുകൊണ്ട്. ഏതെങ്കിലും ജനവിഭാഗങ്ങളെ കുറിച്ചോ ഏതെങ്കിലും ആളുകളുടെ ചരിത്രം പഠിക്കുന്നത് പോലെയോ അല്ല സ്വഹാബികളെ കുറിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ. കാരണം സ്വഹാബികൾ നമ്മുടെ സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. അവർ ചെയ്യാത്ത ഒരു വഴി നമുക്ക് സ്വർഗത്തിലേക്ക് വേറെ ഇല്ല. അതുകൊണ്ട് തന്നെ സ്വഹാബികളുടെ മഹത്വവും സ്വഹാബികളെ നമ്മുടെ മനസ്സിൽ എത്രത്തോളം ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ആദരവോടെയും നമ്മൾ കാണേണ്ടതുണ്ട്, എന്തെല്ലാം കാര്യങ്ങളിലാണ് നമുക്ക് അവരിൽ മാതൃകയുള്ളത്, ആരൊക്കെയാണ് അങ്ങനെയുള്ള പ്രഗത്ഭന്മാരായ ആളുകൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കുവാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം ജീവിച്ച ആളുകൾ, ഏറ്റവും വലിയ മഹത്വം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുണ്ടിൽ നിന്ന് നേരിട്ട് വഹയിന്റെ സന്ദേശങ്ങൾ കേട്ട ആളുകൾ, അള്ളാഹുവിന്റെ ദീനിനെ നമ്മിലേക്ക് യാതൊരു വളച്ചുകെട്ടലും ഇല്ലാതെ എത്തിച്ചു തന്ന ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹിച്ച ആത്മാർത്ഥരായ ആളുകൾ, ഇസ്ലാമിന് വേണ്ടി ജീവൻ നൽകിയവർ. സ്വഹാബത്തിനെ കുറിച്ച് നമ്മൾ എത്ര പുകഴ്ത്തി പറഞ്ഞാലും അതൊരിക്കലും അവസാനിക്കുകയില്ല. അവരുടെ ഏറ്റവും വലിയ സവിശേഷതയായി, ബഹുമാനത്തിന്റെ കാരണമായി നമ്മൾ ഒരൊറ്റ പോയിന്റ് മാത്രം മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഹദീസ് പഠിക്കുമ്പോൾ ഹദീസിന്റെ പരമ്പര, സനദ് എന്ന് പറയും. ആ സനദിലെ ഓരോ ആളുകളെ കുറിച്ചും പഠിക്കും. ഇന്ന ആള്, ഇന്ന ആള്, ഇന്ന ആള്. അത് സ്വഹാബി എത്തുന്നത് വരെ ഓരോ ആളുകളെ കുറിച്ചും അവരെ കുറിച്ച് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങളിൽ ഇന്ന ആള് മോശമാണ്, ഇന്ന ആള് നല്ല ആളാണ്, ഇന്ന ആള് കളവ് പറയുന്ന ആളാണ്, ഇന്ന ആള് ഇന്ന സ്വഭാവ ദൂഷ്യതുണ്ട്, അങ്ങനെ കൃത്യമായി രേഖപ്പെടുത്തി അത് പരിശോധിച്ചിട്ടാണ് ഒരു ഹദീസ് സ്വഹീഹാണോ അല്ലെന്ന് പറയാം. പക്ഷേ സ്വഹാബിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പരിശോധിക്കൂല. അബൂ ഹുറൈറയുടെ സ്വഭാവം, ഉമർ ബിൻ ഖത്താബിന്റെ സ്വഭാവം, ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവം, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവം അത് പരിശോധിക്കൂല. അത് പരിശോധിക്കേണ്ട ആവശ്യമില്ല. അത്രത്തോളം ക്ലിയർ ആയ ജീവിതം നയിച്ച ഒരു വിഭാഗമാണ് സ്വഹാബികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് അവർ വരുന്നതിന് മുമ്പ് തന്നെ നോക്കണം,
അവരിവിടെ എത്തിയിട്ടില്ല. അതിനു മുമ്പേ അവരെ കുറിച്ച് പറയണം. സൂറത്ത് ഫതഹിന്റെ 29-ാമത്തെ ആയത്ത്, മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളൻ മിനല്ലാഹി വറിദ്വാന സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരിസ് സുജൂദ്. അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, റിദ്വാൻ ആഗ്രഹിച്ചുകൊണ്ട് റുകൂഇലും സുജൂദിലുമായി കഴിച്ചു കൂട്ടുന്ന ആളുകൾ, അവരുടെ മുഖത്ത് സുജൂദിന്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് കാണാം. ഇത് അള്ളാഹു പറഞ്ഞത് എവിടെയെന്നറിയോ? ദാലിക മസലുഹും ഫിത് തൗറാത്ത്, ഇത് തൗറാത്തിൽ അവരുടെ ഉദാഹരണമാകുന്നു. എന്നിട്ട് അള്ളാഹു പറയാണ് വമസലുഹും ഫിൽ ഇൻജീൽ, ഇൻജീലിൽ അവരുടെ ഉപമ ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വിശുദ്ധ ഖുർആനിന് മുമ്പ് അവതരിച്ച 2 വേദഗ്രന്ഥങ്ങളായ തൗറാത്തും ഇൻജീലും, അതിൽ പോലും ആരെ കുറിച്ച് പറയുന്നുണ്ട്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള സ്വഹാബത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. വരാനിരിക്കുന്ന ഒരു തലമുറയെ കുറിച്ച് കഴിഞ്ഞുപോയ വേദഗ്രന്ഥത്തിൽ പുകഴ്ത്തി പറയുന്നു എങ്കിൽ അവർ എത്രത്തോളം നല്ലവരാണ്. അതുകൊണ്ട് അവരുടെ മൻഹജിനെ നമ്മൾ സ്വീകരിക്കണമെന്ന് പറയുന്നത്, അതുകൊണ്ട് അവരെ നമ്മൾ മാതൃകയാക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം അറിയേണ്ടത് ആരാണ് സ്വഹാബി. ആ സ്വഹാബിക്ക് ഇസ്ലാമിലുള്ള സ്ഥാനം എന്താ? ലോകത്തോട് നമ്മൾ സലഫിയത്ത് എന്ന് പറയുന്ന ആദർശം പറയുമ്പോൾ അത് നമ്മുടെ സംഘടനയുടെ പേരല്ല. നേരെ മറിച്ച് സ്വർഗത്തിലേക്ക് ഒന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യം പറഞ്ഞ ഒരു ജനവിഭാഗത്തിന്റെ ആദർശം സ്വീകരിക്കുന്ന ആളുകളുടെ പേരാണ് സലഫിയത്ത് എന്നുള്ളത്. അതുകൊണ്ട് ആ സലഫിയത്തിലേക്ക് എല്ലാവരും വരണം. അത് തബ്ലീഗ് ജമാഅത്തുകാരനാണെങ്കിലും ശരി, ജമാഅത്തെ ഇസ്ലാമിക്കാരനാണെങ്കിലും ശരി, ഏത് സംഘടനയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ശരി, സലഫിയത്തിലേക്ക് വരണം. എന്ന് പറഞ്ഞാൽ സ്വഹാബത്തിന്റെ മാർഗത്തിലേക്ക് മടങ്ങണമെന്ന, വേറെ ആരുടെയും പേരങ്ങനെ പറയാറില്ല. സ്വഹാബത്തിന്റെ വഴിയിലേക്ക് മടങ്ങാനാ പറയുന്നത്. അത് എന്തുകൊണ്ടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ആ നിലയ്ക്ക് പരിചയപ്പെടുത്തി തന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് വിശുദ്ധ ഖുർആനിലെ വചനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് സ്വഹാബികളെ കുറിച്ച് ഒരുപാട് പറഞ്ഞ് അതിന്റെ ആമുഖമായി അദ്ദേഹം പറയാണ് അന്ന സ്വഹാബിയ. ആരാണ് സ്വഹാബി? സ്വഹാബി എന്ന് പറഞ്ഞാൽ ആരാണ്? മൻ ലഖിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനൻ ബിഹി വമാത അലൽ ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുഅ്മിനായി കണ്ടുമുട്ടുകയും എന്നിട്ട് മുസ്ലിമായി മരിക്കുകയും ചെയ്തവരാരോ അവരാണ് സ്വഹാബിമാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടാൽ മാത്രം പോരാ. ഇപ്പൊ അബൂജഹലും നബിനെ കണ്ടിട്ടുണ്ട്, പക്ഷെ സ്വഹാബിയല്ല. കാരണം എന്താ? മുസ്ലിമായിട്ടല്ല കണ്ടത്. അപ്പൊ മുസ്ലിമായിട്ട് കാണണം. ഇനി മുസ്ലിമായി കണ്ടാൽ മാത്രം മതിയോ? പോരാ, ആ ഇസ്ലാമിൽ മരിക്കുകയും വേണം, മുസ്ലിമായിട്ട് തന്നെ മരിക്കുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ ഇസ്ലാമിലേക്ക് ചില ആളുകൾ കടന്നു വരികയും പിന്നീട് മുർത്തദ്ദായി പോവുകയും ചെയ്തിട്ടുണ്ട്. നബി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അവർ സ്വഹാബികളാവുകയില്ല. അപ്പൊ മുഅ്മിനായ നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും എന്നിട്ട് ആ മുഅ്മിനിന്റെ അവസ്ഥയിൽ മരിക്കുകയും വേണം. അപ്പോഴാണ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയാം, സ്വഹാബി എന്ന് പറയാം. എന്നാൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേട്ട് മറ്റൊരു രാജ്യത്ത് ജീവിച്ച്, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലും മദീനയിലാണ്, ഒരാൾ ഷാമിലാണ് അല്ലെങ്കിൽ മിസ്റിലാണ്, ഈജിപ്തിലാണ്. അവിടെയുള്ള ആൾ നബിയെ കുറിച്ച് കേട്ടു, നബിയിൽ വിശ്വസിച്ചു, നബിയെ കണ്ടിട്ടില്ല എങ്കിൽ അയാൾ ആരല്ല? സ്വഹാബിയല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുക എന്നുള്ള വലിയ ഒരു പദവി ഇനി ലോകത്ത് ഒരാൾക്കും നേടാൻ കഴിയാത്ത ഒന്നാണ്. അതാണ് സ്വഹാബികളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ ജർഹ് വ തഅദീൽ എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. അൽ ജർഹ് വ തഅദീൽ എന്ന് പറഞ്ഞാൽ ഹദീസിലെ പരമ്പരയിലെ ആളുകളെ കുറിച്ച് പഠിക്കുന്ന അവരുടെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ് അൽ ജർഹ് വ തഅദീൽ. അതിൽ അദ്ദേഹം പറയാണ് ആരാണ് സ്വഹാബികൾ. കാരണം ഹദീസ് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, പിന്നെ സ്വഹാബി, പിന്നെ താബിഈ, തബഉ താബി, ഇങ്ങനെയുള്ള വരിക. അതുകൊണ്ട് അദ്ദേഹം സ്വഹാബികളെ വിശദീകരിക്കുകയാണ്. ഫഅമ്മാ അസ്ഹാബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ, ഫഹുമുൽ ലദീന ശഹീദുൽ വഹ്യ വത്തൻസീൽ, അല്ലാഹുവിൽ നിന്നുള്ള വഹീന് സാക്ഷികളായവരാണവർ. വഅറഫു തഫ്സീറ വത്തഅ്വീൽ, ആ വഹ്യുകളുടെ വിശദീകരണങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയവരാണവർ. വഹുമുൽ ലദീന ഇഖ്താറഹുമുല്ലാഹു അസ്സ വജല്ല,
ലിസുഹബത്തി നബിയിഹി അലൈഹി സ്വലാത്തു വസ്സലാം വനുസ്റതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിക്കുവാനും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കുവാനും വേണ്ടി അല്ലാഹു തആല തെരഞ്ഞെടുത്ത ആളുകളാണ് സ്വഹാബിമാർ. വഇഖാമത്തി ദീനിഹി, അല്ലാഹുവിന്റെ ദീനിനെ നിലനിർത്താൻ വേണ്ടി, വഇദ്ഹാരി ഹഖ്ഖിഹി, അല്ലാഹുവിന്റെ ഹഖ്ഖിനെ ജനങ്ങളിലേക്ക് പ്രകടിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല നബിയോടൊപ്പം ആക്കി കൊടുത്ത ആളുകൾ സ്വഹാബിമാർ. ഫറദിയഹും ലഹു സ്വഹാബ, അങ്ങനെ അല്ലാഹു അവരെ നബിക്കുള്ള സ്വഹാബിമാരായി തൃപ്തിപ്പെട്ടു. വജഅലഹും ലനാ അഅലാമൻ വഖുദുവ, ആ സ്വഹാബത്തിനെ അല്ലാഹു നമുക്കുള്ള അടയാളവും മാതൃകയുമാക്കി തന്നു. ഫഹഫിളു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ബല്ലഗഹും അനില്ലാഹി അസ്സ വജല്ല വമാ സന്ന വശറഅ, അല്ലാഹുവിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ മത നിയമങ്ങളായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം സ്വഹാബത്ത് സ്വീകരിച്ചു, അതെല്ലാം അവർ മനഃപ്പാഠമാക്കി. വഹകമ വഖദാ, നബി എന്തെല്ലാം വിധികളും തീരുമാനങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ടോ അതെല്ലാം സ്വഹാബത്ത് സ്വീകരിച്ചു. വനദബ വഅമർ, പ്രവാചകൻ എന്തെല്ലാം കാര്യങ്ങൾ കൽപ്പിക്കുകയും നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ടോ അതും സ്വഹാബത്ത് സ്വീകരിച്ചു. വനഹാ വഹദർ വഅബ്തബ വഅഊഹു ഫഅത്ഖനൂഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊന്നും നിരോധിച്ചുവോ, എന്തൊരു സംസ്കാരം അവരെ പഠിപ്പിച്ചുവോ, എന്ത് സംസ്കാരം ഒഴിവാക്കാൻ പറഞ്ഞുവോ അതെല്ലാം കൃത്യമായി ഉൾക്കൊണ്ട നല്ല ഒരു തലമുറ അവരാണ് സ്വഹാബിമാർ. എന്നിട്ട് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അള്ളാഹുവിന്റെ കൽപ്പനകളെ കുറിച്ച് അവരാണ് ആദ്യം അറിഞ്ഞത്, അള്ളാഹുവിന്റെ നിരോധനങ്ങളെ കുറിച്ച് അവരാണ് ആദ്യം അറിഞ്ഞത്. അതുകൊണ്ട് അവരുടെ മാർഗമാണ് നമ്മൾ പിൻപറ്റേണ്ടത്, അവരെയാണ് നമ്മൾ മനസ്സിൽ കൊണ്ടു നടത്തേണ്ടത്. നമ്മളൊക്കെ പല ആളുകളുടെയും ഫാൻസുകളാകാറുണ്ട്. ആ ഫാൻസ് ആകാനുള്ള കാരണം എന്താ? അത് അവൻ ഏതെങ്കിലും ഒരു പ്രത്യേകമായ മേഖലയിൽ നൈപുണ്യം നേടി അതിലൂടെ പ്രവർത്തിക്കുന്ന ആളായിരിക്കും. ചിലപ്പോൾ പാട്ടുകാരായിരിക്കാം, ചിലപ്പോൾ സ്പോർട്സ് പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കാം. അത് ഈമാൻ ഉള്ളവരാണോ ഇല്ലാത്തവരാണോ എന്ന വ്യത്യാസം നമ്മൾ നോക്കാറില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആളായി മാറണം. അത് വിശ്വാസ രംഗത്തും ആദർശ രംഗത്തും ഒക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ ആ പ്രവാചകന്റെ കൂടെ ജീവിച്ച സ്വഹാബികൾ, അതിനപ്പുറം നമുക്ക് വേറൊരു ഫാൻസുകൾ ഇല്ല. അത് നമ്മുടെ സ്വർഗത്തിലേക്കുള്ള വഴിയാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ്. കാരണം അത്രത്തോളം നല്ലവരായിരുന്നു അവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരുമായി യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുമ്പോൾ ഒരു ദിവസം രാത്രിയിൽ ഇങ്ങനെ യാത്ര ചെയ്ത് ഒരു ഭാഗത്ത് വിശ്രമിക്കാനിരുന്നു. സ്വഹാബത്തിനൊരു സ്വഭാവമുണ്ട്, എവിടെയെങ്കിലും വിശ്രമിക്കാനിരുന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നടുവിൽ കിടത്തും, ഇതിന് ചുറ്റും സ്വഹാബത്തിയിരിക്കും. അതെന്തിനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആക്രമിക്കപ്പെടാതിരിക്കാൻ, പ്രവാചകന് പ്രയാസങ്ങൾ ഉണ്ടാകാൻ പാടില്ല, ശത്രുക്കൾ വരാൻ പാടില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മധ്യത്തിലും ചുറ്റും സ്വഹാബത്തുമായിരിക്കും. അങ്ങനെ ഇരിക്കെ ഫഖദൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തൻ സ്വഹാബഹു, ഒരു ദിവസം സ്വഹാബികൾക്ക് പ്രവാചകനെ കാണാതെയായി. വകാനു ഇദാ നസലു അൻസലു ഔസതഹും ഫഫസിഉ, അവർ കിടക്കുമ്പോൾ ഉണ്ടായിരുന്ന മധ്യഭാഗത്ത് പ്രവാചകനെ കുറച്ചു കഴിഞ്ഞപ്പോൾ കാണാനില്ല. അവർക്ക് ഭയങ്കര പ്രയാസം തോന്നി, ബേജാറ് തോന്നി, പേടി തോന്നി. വദന്നു അന്നല്ലാഹ തബാറക വതആല ഇഖ്താറ ലഹു വസ്ഹാബൻ ഗൈറഹും, അവർക്ക് തോന്നിയ പേടി എന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വതആല നബിക്ക് വേറെ സ്വഹാബികളെ കൊടുത്തിട്ടുണ്ടായിരിക്കാം, അങ്ങനെ ഞങ്ങളെ വിട്ടേച്ചു പോയിട്ടുണ്ടായിരിക്കാം. ഫൈദാഹും ബിഖയാലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ അവർ പ്രവാചകനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ആ പ്രവാചകൻ കടന്നു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിലേക്ക് വന്നു. സന്തോഷം കൊണ്ട് ഫകബ്ബറു ഹീന റഅൗഹു, നബിയെ കണ്ടപ്പോൾ എല്ലാവരും അല്ലാഹു അക്ബർ എന്ന് സന്തോഷം കൊണ്ട് പറഞ്ഞു പോയി. അവർ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, യാ റസൂലല്ലാഹ് അഷ്ഫഖ്നാ അൻ യകൂന അല്ലാഹു തബാറക വതആല ഇഖ്താറ ലക അസ്ഹാബൻ ഗൈറനാ, ഞങ്ങൾ പേടിച്ചു പോയി പ്രവാചകനെ, ഞങ്ങളെ വിട്ടേച്ചുകൊണ്ടും നിങ്ങൾ വേറെ സ്വഹാബത്തിന്റെ കൂടെ പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് വേറെ സ്വഹാബികളെ തന്നിട്ടുണ്ടാകാം എന്ന പേടിയും ഭയവും ഞങ്ങൾക്ക് തോന്നി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ മറുപടി പറയുകയാണ്, ഇല്ല ഇല്ല, ഒരിക്കലുമില്ല. ബൽ അൻതും അസ്ഹാബി ഫിദ്ദുനിയാ വൽ ആഖിറ, നിങ്ങളാണ് എന്റെ സ്വഹാബികൾ. അത് ഈ ലോകത്ത് മാത്രമല്ല, നാളെ പരലോകത്തും നിങ്ങൾ എന്റെ സ്വഹാബിമാരാണ്. അപ്പൊ നോക്കി, നിങ്ങൾ സ്വർഗത്തിലും ഈ സ്വഹാബത്ത് ആരെ കൂടെ ഉണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുണ്ട്. ഇനി ഇവരെക്കാൾ നല്ല ഒരു ഖൗമ് വേറെ വരാനുണ്ടോ? ഇന്ന് നമ്മൾ പല വിഷയങ്ങൾ കൊണ്ടും സന്തോഷിക്കുന്നവരാണ്, പല കാരണങ്ങൾ കൊണ്ടും സന്തോഷിക്കുന്നവരാണ്.
നമ്മുടെ സന്തോഷത്തിന് ഏറ്റവും വലിയ അർഹത എന്തായിരിക്കണം എന്നറിയോ? നമ്മൾ സലഫിയത്തിന്റെ ആളുകളായി എന്നുള്ളതാ. അൽഹംദുലില്ലാഹ് എന്നും പറയണം. അത് നിലനിൽക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിലേക്ക് മറ്റുള്ള ആളുകളെ നമ്മൾ ക്ഷണിക്കുകയും വേണം. കാരണം സലഫിയത്ത് എന്ന് പറഞ്ഞ സ്വഹാബത്തിന്റെ മാർഗമാണത്. അതല്ലാണ്ട് ഏതെങ്കിലും സംഘടനക്കാരുടെ പേരല്ല, ഏതെങ്കിലും സംഘടനയുടെ പേരുമല്ല. അത് എല്ലാ വിശ്വാസികളും സ്വീകരിക്കേണ്ടുന്ന മാർഗമാണ്. അതെ, സ്വഹാബികൾ, ആ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം പിൽക്കാലത്ത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തവരാണ്. ആ സ്വഹാബികൾ പ്രവാചകനിലൂടെ ഇന്ന് നമ്മൾ അനുഷ്ഠിക്കുന്ന എന്തെല്ലാം മതനിയമങ്ങളുണ്ടോ, ഒരു സ്വഹാബില്ലാണ്ട് ദീന് കിട്ടു വന്നിട്ടില്ല. നമ്മുടെ നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും മറ്റു സൽക്കർമ്മങ്ങളും ദിക്റുകളും ദുആകളും സ്വലാത്തും ഖുർആൻ പാരായണവും ഒക്കെ അവിടുന്ന് സ്വഹാബത്തിലൂടെയാ വന്നത്. അവർ ആരെയും ചതിച്ചവരല്ല, അവർ കളവ് പറഞ്ഞവരല്ല, അവർ വഞ്ചിച്ചവരല്ല. അതുകൊണ്ട് തന്നെ അവർ ഉത്തമരിൽ ഉത്തമരായി. അത് ആരാ പറഞ്ഞത്? നമ്മളാരും പറഞ്ഞതല്ല, ലോകത്തിന്റെ സൃഷ്ടാവ് പറഞ്ഞ കാര്യമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല. പിന്നെ ആ സ്വഹാബത്തിന്റെ കൂടെ ജീവിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമാണ് സ്വഹാബത്ത് ജീവിച്ചത്. അവരൊപ്പം ജീവിച്ചവരാണ്, അതുകൊണ്ടാണ് സ്വഹാബിയായത്. ആ നബിയും അവരെ കുറിച്ച് പറയുന്നുണ്ട്. ചില വചനങ്ങൾ മാത്രം നോക്കി നിങ്ങൾ. സൂറത്തുൽ ഹശ്റിലെ 8-9 ആയത്തുകൾ അല്ലാഹു തആല സ്വതക്കയെ കുറിച്ച് പറയാണ്, സകാത്തിനെ കുറിച്ചൊക്കെ പറയാണ്. അതൊക്കെ ആർക്കൊക്കെ കൊടുക്കണം, അത് പണം ആർക്കൊക്കെയാണ് പോകേണ്ടത്, അതിനെ കുറിച്ച് പറയുന്നിടത്ത് പറയാം, ലിൽ ഫുഖറാഇൽ മുഹാജിരീന അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വഅംവാലിഹിം യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാനാ വയൻസുറൂനല്ലാഹ വറസൂലഹു ഉലൈക ഹുമുസ് സ്വാദിഖൂൻ. ലിൽ ഫുഖറാഇൽ മുഹാജിരീൻ, മുഹാജിറുകളായ ദരിദ്രന്മാർക്ക് അള്ളാഹു കൊടുക്കുന്ന പേരാണ്, അള്ളാഹ് കൊടുത്ത സ്ഥാനപ്പേരാണ് മുഹാജിർ. അവരാരാണ്? അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം, സ്വന്തം വീടുകളിൽ നിന്ന് ആട്ടിയിറക്കപ്പെട്ടവരാണ് അവര്. അംവാലിഹിം, സമ്പത്തിൽ നിന്നും. മക്കയില് വീടും കുടുംബം സമ്പത്തും തോട്ടം ഈത്തപ്പനയും മുന്തിരി ഒക്കെ ഇട്ട് പോകേണ്ടി വന്നു. അള്ളാഹ് അവരെ പുകഴ്ത്തി പറയാം. എന്തിനാ അവര് വന്നത്? യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാനാ, അല്ലാഹുവിന്റെ ഫദ്ലും അല്ലാഹുവിന്റെ തൃപ്തിയും ആഗ്രഹിച്ചുകൊണ്ട്, വയൻസുറൂനല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും റസൂലിനെയും സഹായിക്കുന്നവരായിക്കൊണ്ട്. എന്തെല്ലാം സന്തോഷം ഒരു സ്ഥാനങ്ങൾ അല്ലാഹു തആല നൽകുന്നത്. അള്ളയാണ് ഒരു വിഭാഗത്തെ കുറിച്ച് പറയുന്നത്, ഇത് ആരുടെയും സർട്ടിഫിക്കറ്റ് അല്ല. അതുകൊണ്ട് അവര് പറഞ്ഞ വാക്ക് നമ്മൾക്ക് സ്വീകരിക്കാൻ ഒരു പേടിയും വേണ്ട. ആ സ്വഹാബത്ത് ഒഴിവാക്കാൻ നമ്മൾ ഒരാളെയും പേടിക്കണ്ട. ലോകത്തുള്ള മുഴുവൻ ഒരു വാക്ക് പറഞ്ഞാലും സ്വഹാബത്ത് ഒരു മാർഗം സ്വീകരിച്ചതിന് എതിരാളിയെങ്കിൽ നമുക്കത് തള്ളിക്കളയാം, ആളുകളുടെ അഭിപ്രായങ്ങളെ. അത് എത്ര പേര് പറഞ്ഞാലും ശരി. കാരണം എന്താ? അതാണ് സ്വഹാബികൾ. അള്ളാഹുവാണ് പറഞ്ഞത് അവരെ കുറിച്ച്. അള്ളാഹുവിന്റെ ഫദ്ൽ ഉദ്ദേശിച്ചുകൊണ്ട് സ്വന്തം വീടും കുടുംബവും എല്ലാം ഒഴിവാക്കി അവർ പുറത്തു പോരേണ്ടി വന്നവരാണ്. അള്ളാഹുവിനെയും റസൂലിനെയും സഹായിക്കുന്നവരാണ് അവർ. എന്നിട്ട് മാത്രമല്ല, ഉലൈക ഹുമുസ് സ്വാദിഖൂൻ, അവരാണ് സത്യവാന്മാർ. എന്ത് സത്യവാന്മാർ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞവർ എന്ന് മാത്രമല്ല ആ വാക്കിന്റെ അർത്ഥം, മറിച്ച് പ്രഖ്യാപിച്ച ഷഹാദത്തിൽ സത്യസന്ധത പാലിച്ചവർ. നമുക്കതിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചവരാണ്, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിച്ചവരാണ്. പക്ഷേ അതിന് സിദ്ഖ് പലപ്പോഴും വരുന്നില്ല, സത്യസന്ധത വരുന്നില്ല. പല ആളുകളും പല വിഭാഗവും പല ആളുകളും അത് പറഞ്ഞവരാണ്. പക്ഷേ ജീവിതത്തിലോ കർമാനുഷ്ഠാനങ്ങളിലോ സ്വഭാവ മേഖലകളിലോ ആ വചനത്തിനോട് യോജിക്കുന്ന പ്രവർത്തനങ്ങളോ ആദർശമോ കാണുന്നില്ല. സ്വാദിഖല്ല പലരും. അല്ലാഹു തആല പുകഴ്ത്തി പറഞ്ഞു, ഉലൈക ഹുമുസ് സ്വാദിഖൂൻ, അവരാണ് സത്യസന്ധന്മാർ. പിന്നെയോ, വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. വീടൊരുക്കി വെച്ചവർ, ഈമാൻ ഒരുക്കി വെച്ചവർ, അതാരെ കുറിച്ചാണെന്നറിയോ? അൻസാരികളെ കുറിച്ചാണ് പറയാം. മദീനയിലുള്ള അൻസാരികൾ മക്കയിൽ നിന്ന് വീടില്ല, കുടുംബമില്ല, സ്വത്തില്ല, ഒന്നുമില്ലാതെ ശൂന്യമായ കരങ്ങളുമായ മദീനയിലേക്ക് വന്നപ്പോ അവരെ സ്വീകരിക്കാൻ വേണ്ടി ഈമാൻ കൊണ്ട് കാത്തിരുന്നവർ, ഭവനം ഒരുക്കിയവർ. തബവ്വഉദ്ദാറ വൽ ഈമാൻ. പിന്നെയോ,
യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, അവരിലേക്ക് മുഹാജിറായി വന്നവരെ ഇഷ്ടപ്പെടുന്നവർ. മുസ്ലിമായ സഹോദരനെ ഇഷ്ടപ്പെടൽ ഈമാന്റെ ഭാഗമാണ്. ഇതൊക്കെ സ്വഹാബത്തിന്റെ ജീവിതത്തിലൂടെ പഠിപ്പിക്കുകയാണ്. യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, അവരിലേക്ക് മുഹാജിറായി വന്നവരെ അവർ ഇഷ്ടപ്പെടുന്നു. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു, അല്ലാഹ് അവർക്ക് നൽകിയതിൽ അവർക്ക് ഒരാവശ്യം തോന്നുന്നില്ല. അതായത് മുഹാജിറുകളായി വന്ന സഹോദരന് കൊടുക്കണം, സ്വത്ത് അവന് കൊടുക്കണം, തോട്ടം അവന് കൊടുക്കണം, കയ്യിലുള്ള പണം അവന് കൊടുക്കണം. അതെ, വയൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, സ്വന്തത്തിന് ആവശ്യമുണ്ടെങ്കിൽ പോലും തന്നിലേക്ക് മുഹാജിറായി വന്ന സഹോദരന് പ്രാധാന്യം നൽകുന്ന അൻസ്വാരികളായ മദീനക്കാർ. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പുകഴ്ത്തി പറഞ്ഞതാ. എന്നിട്ട് ഈ ആയത്തിന്റെ അവസാനം എന്താണെന്നറിയോ? ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാകുന്നു വിജയികൾ. അപ്പൊ അവര് വിജയിച്ചവരാണെന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മാർഗമാണ് വിജയത്തിന് വേണ്ടി നമ്മൾ സ്വീകരിക്കേണ്ടത്. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു കാര്യം അദ്ദേഹം പറയാണ്, സുഹൈല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാ പ്രഭാഷണങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുന്നാസി ഖൈർ, ആരാണ് പ്രവാചകരെ ജനങ്ങളിൽ ഏറ്റവും ഖൈർ, ഏറ്റവും നല്ലവനാരാണ്, ആരാണ് ഏറ്റവും നല്ലവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖർനി, എന്റെ തലമുറയാണ്. തുമ്മല്ലദീന യലൂനഹും, പിന്നെ അടുത്ത തലമുറയാണ്. തുമ്മല്ലദീന യലൂനഹും, പിന്നെ തൊട്ടടുത്ത് വന്നവരാണ്. സ്വഹാബികളെ കുറിച്ചും താബിഈകളെ കുറിച്ചും തബുഅത്താബികളെ കുറിച്ചുമാണ് പറയുന്നത്. പിന്നെ എന്ത് നബി ബാക്കി പറയുന്നത്? പിന്നെ തലമുറകൾ ഉണ്ടായിട്ടുണ്ടല്ലോ, അവരെ കുറിച്ച് വേറെ ചില അടയാളങ്ങളാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് നമ്മുടെ അവിടെ വിഷയമല്ലാത്തത് കൂടി ഞാൻ ആ ഭാഗത്തേക്ക് നീങ്ങുന്നില്ല. അബുൽ അബ്ബാസുൽ ഖുർത്തുബി, അദ്ദേഹം ഇമാം ഖുർത്തുബി ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയാം, യഅനി, അതായത് അന്ന ഹാദിഹിൽ ഖുറൂന സലാസ, ഈ മൂന്ന് തലമുറകൾ അഫ്ളലു മിമ്മാ ബഅദഹാ ഇലാ യൗമിൽ ഖിയാമ, ശേഷമുള്ള എല്ലാ തലമുറകളെക്കാളും ഏറ്റവും ശ്രേഷ്ഠമാണ്. അത് ഖിയാമത്ത് നാൾ വരെയും അങ്ങനെ തന്നെയാണ്. ഇനി ഒരു നല്ല തലമുറ വരാനില്ല. അവരെക്കാൾ ഉത്തമരെന്ന് പറയാവുന്ന, അവരെക്കാൾ നല്ലവരെന്ന് പറയാവുന്ന, അവരെക്കാൾ ഈമാനിലും സൽക്കർമ്മങ്ങളിലും ശ്രേഷ്ഠരെന്ന് പറയാവുന്ന ഒരു തലമുറ ഇനി ലോകത്തൊരിക്കലും വരാനില്ല. ഖിയാമത്ത് നാൾ വരെ അവർ നല്ലവരാണ്. വഹാദിഹിൽ ഖുറൂനു ഫീ അൻഫുസിഹാ മുതഫാളില, ആ തലമുറയിൽ തന്നെ ഏറ്റക്കുറച്ചിലുണ്ട്. സ്വഹാബത്തിന്റെ മഹത്വം താബിഈനില്ല, താബിഈന്റെ മഹത്വം തബുഅത്താബിഈനില്ല, അതാണ് ഏറ്റക്കുറച്ചില്. അങ്ങനെ ഫഅഫ്ളലുഹാ, ഇനി ആ ഒന്നാമത്തെ തലമുറയുണ്ടല്ലോ, അതിൽ തന്നെ ഏറ്റക്കുറച്ചിലുള്ളവരുണ്ട്. ഇസ്ലാമിലേക്ക് ആദ്യം വന്നവർ ശ്രേഷ്ഠന്മാരാണ്. മക്കം ഫതഹിന് മുമ്പ് വന്നവർ ശ്രേഷ്ഠന്മാരാണ്. ബദറിൽ പങ്കെടുത്തവർ ശ്രേഷ്ഠന്മാരാണ്. അങ്ങനെ പ്രത്യേകത ഓരോരുത്തർക്കുമുണ്ട്. ഫഅഫ്ളലുഹാ അൽ അവ്വലു തുമ്മല്ലദീ ബഅദഹു തുമ്മല്ലദീ ബഅദഹു, ആദ്യം പിന്നാള് പിന്നത്താള് പിന്നത്താള്, അങ്ങനത്തെ ഏറ്റക്കുറച്ചിലുകൾ അവർക്കിടയിൽ തന്നെയുണ്ട്. ഇമാം ഖുർത്തുബി പറയാണ്, പ്രസിദ്ധ സ്വഹാബിയായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാം, കാന ബൈന ഖാലിദ് ഇബ്നുൽ വലീദ് വ ബൈന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ശൈഉൻ. ഒരു ദിവസം ഖാലിദ് ഇബ്നുൽ വലീദ് ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം, അദ്ദേഹം ഉഹദ് യുദ്ധത്തിന് ശേഷമാണ് ഇസ്ലാമിലേക്ക് വരുന്നത്, അദ്ദേഹവും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു തമ്മിൽ ചെറിയ പ്രശ്നം ഉണ്ടായി. മനുഷ്യന്മാരാണല്ലോ, പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെ പ്രശ്നം വന്നപ്പോ ഫസബ്ബഹു ഖാലിദ്, ഖാലിദ് റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ ചീത്ത പറഞ്ഞു. അപ്പൊ ഇസ്ലാമിലേക്ക് പുതുതായി അദ്ദേഹം വന്ന ആളാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരം അറിഞ്ഞു. ഈ വിവരം അറിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തസുബ്ബു അഹദൻ മിൻ സുഹാബി, എന്റെ സ്വഹാബികളിൽ ഒരാളെയും നിങ്ങൾ ചീത്ത പറയരുത്. ഫഇന്ന അഹദകും, നിങ്ങളിൽ ഒരാൾ, ലൗ അൻഫഖ മിത്ല ഉഹുദിൻ ദഹബൻ മാ അദ്റക മുദ്ദ അഹദിഹിം വലാ നസീഫഹു, നിങ്ങൾ ഉഹുദ് മലയോളം സ്വർണം ചിലവഴിച്ചാലും 7 കിലോമീറ്ററിൽ അധികം നീളത്തിൽ നീണ്ടു നിൽക്കുന്ന ഉയർന്ന വലിയ മല ഉഹുദ് മല, സ്വഹാബത്തിന് എന്താ അറിയാം. അതുകൊണ്ട് പറയാണ്, ഈ ഉഹുദ് മലയോളം നിങ്ങൾ സ്വർണം കൊടുത്താലും സ്വഹാബത്ത് ചിലവഴിച്ചതിന്റെ ഒരു മുദ്ദ് പോലും നിങ്ങൾക്ക് എത്താൻ കഴിയില്ല. മുദ്ദ് എന്ന് പറഞ്ഞിട്ട് ഒരു പിടിക്കാൻ മുദ്ദ് എന്ന് പറയാം. വലാ നസീഫഹു, അതിന്റെ പകുതി പോലും മഹത്വം നിങ്ങൾക്ക് നേടാൻ കഴിയില്ല. നിങ്ങൾ ഉഹുദ് മലയോളം കൊടുത്താലും
സ്വഹാബത്ത് ഇത്ര കൊടുത്തതിന്റെ പുണ്യം കിട്ടൂല എന്നല്ല, ആ പദവിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയില്ല. എന്താ കാരണം എന്നറിയോ? അങ്ങനത്തെ സമയത്താ സ്വഹാബികൾ കൊടുത്തത്, അങ്ങനത്തെ കാലത്താണ് അവർ കൊടുത്തത്, അത്രയും കൂടുതലാണ് അവർ കൊടുത്തത്, അത്രയും ഇഖ്ലാസോട് കൂടിയാണ് അവർ കൊടുത്തത്. അതുകൊണ്ട് നിങ്ങൾ ഉഹുദ് മലയോളം കൊടുത്താലും സ്വഹാബത്ത് കൊടുത്ത ഇത്ര അതിന്റെ അടുത്തേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയില്ല. അതാണ് സ്വഹാബത്തിന്റെ മഹത്വം. അതുകൊണ്ട് അവരെ നിങ്ങൾ ചീത്ത പറയരുത്. ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ പല ആളുകളും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗത്തിൽ പിഴച്ചു പോയവരുണ്ട്. പലരും പിഴച്ചു പോകാൻ പല കാരണങ്ങളായിരുന്നു. മതപരമായ അറിവില്ലായ്മയും അതുപോലെ തന്നെ വ്യക്തികളോടുള്ള വൈരാഗ്യവും അതെല്ലാം പിന്നീട് വളരെ വ്യത്യസ്തമായ സുന്നത്തിന്റെയും ജമാഅത്തിന്റെയും വഴിയിൽ നിന്ന് മാറി വേറെ പല പിഴച്ച ആശയങ്ങളും വഴികളും സ്വീകരിക്കാൻ കാരണമായി മാറി. അതിൽപ്പെട്ടൊരു വിഭാഗം ആളുകളാണ് ഷിയാക്കൾ. ആ ഷിയാക്കൾ ഇന്ന് സ്വഹാബികളുടെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി എന്നാണ് പറയാ. അതുകൊണ്ട് ഒരു ഷിയിസം പ്രചരിപ്പിക്കുന്ന ഒരാളോട് നമുക്ക് സ്നേഹം ഉണ്ടാകാൻ പാടില്ല. ഹുബ്ബുൽ അൻസ്വാരി മിനൽ ഈമാൻ, അൻസ്വാരികളെ സ്നേഹിക്കൽ ഈമാന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലോകത്തുള്ള മുഴുവൻ ആളുകൾ ഒരു വഴിയിലേക്കും അൻസ്വാരികൾ മറ്റൊരു വഴിയിലേക്കും പോയാൽ ഞാൻ അൻസ്വാരികൾ പോയ വഴിയിലേക്കാണ് പോവുക. അത്രയ്ക്ക് സ്നേഹമായിരുന്നു അൻസ്വാറുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ആ അൻസ്വാരികളുടെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയുന്നവരാണ് ഷിയാക്കൾ. അൻസ്വാറിനെ ഇഷ്ടപ്പെടാത്തവനെ നമ്മൾ ഇഷ്ടപ്പെടാൻ പാടില്ല. അൻസ്വാരികളെ സ്നേഹിക്കൽ ഈമാന്റെ ഭാഗമാണ്. ആ അൻസ്വാരികളെ ചീത്ത പറഞ്ഞാലോ? ഇന്ന് നോക്കൂ നിങ്ങൾ, മദീനത്തെ പള്ളിയിൽ മസ്ജിദ് നബിയുടെ ചാരത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ, അതിന് തൊട്ടടുത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, അതിന് തൊട്ടടുത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഷിയാക്കൾ എന്താ പറയാന്നറിയോ? പ്രവാചകന്റെ ഖബറിന്റെ സമീപത്തുള്ള രണ്ട് വിഗ്രഹങ്ങൾ എടുത്തു മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അത് ഷിയാക്കളുടെ ഭാഷയാണ്. ഏതാ രണ്ട് വിഗ്രഹങ്ങള്? അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു. അത്രക്ക് വെറുപ്പാണ് അവർക്ക് അവരോടൊക്കെ. പ്രവാചക പത്നിമാരായ എല്ലാവരോടും ദേഷ്യമാണ്, പ്രത്യേകിച്ചും ആയിഷ റളിയല്ലാഹു അൻഹ, ഹഫ്സ റളിയല്ലാഹു അൻഹ തുടങ്ങിയവരോട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കൊന്ന അബൂ ലുഅ്ലുഅത്തുൽ മജൂസിയുടെ മഖ്ബറ ഇറാനിലുണ്ട്. അത് കെട്ടിപ്പൊക്കിയിട്ടുണ്ട് അവര്, അതിന് ചുറ്റും ആഘോഷിക്കുന്നുണ്ട് അവര്, കൈകൊട്ടിപ്പാടി നടക്കാറുണ്ടവര്. ആ അബൂ ലുഅ്ലുഅയുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയും അവർ. ഉമറിന്റെ പേര് കേട്ടാലോ ലഅനത്തുല്ലാഹി അലൈഹി എന്നും പറയും. ഇതാണ് ഷിയാക്കൾ. അതുകൊണ്ട് ഇത് നമ്മൾ തിരിച്ചറിയണം. ഈ ഒരു കാലഘട്ടത്തിൽ ആ ഷിയാക്കളുടെ വിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ആദർശത്തിലേക്ക് അല്പാൽപമായി നമ്മുടെ നാട്ടിലുള്ള പല മതസംഘടനകളിലെയും പ്രഭാഷകന്മാർ അല്പാൽപമായിട്ടെങ്കിലും അങ്ങോട്ടങ്ങോട്ട് ക്ഷണിക്കുന്നത് പോലെയാണ് പലപ്പോഴും പല സംസാരവും കേട്ടാൽ ബോധ്യപ്പെടുന്നത്. ഇതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. അതുകൊണ്ട് ആ കാര്യം നമ്മൾ തിരിച്ചറിയാം. ഒരു ബന്ധവും അത്തരം ആളുകളുമായി ഉണ്ടാകാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ ശരിയായ ആ സ്വഭാവത്തിനോട് നമ്മൾ കാണിക്കേണ്ട സമീപനം എന്താണോ അതിൽ നിന്ന് നമ്മൾ അകറ്റിക്കളയാൻ അത് കാരണമായി തീരും. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞത് സ്വഹാബത്തിന് അൻസാരികളൊക്കെ സ്നേഹിക്കൽ ഈമാന്റെ ഭാഗമാണ് എന്ന്. അല്ലാഹു തആല സ്വഹാബികളെ കുറിച്ച് പറയാണ് സൂറത്തുൽ ഫത്ഹിൽ അതിന്റെ 18ാമത്തെ വചനം, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന. അല്ലാഹു ആ വിശ്വാസികളെ കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഏതാണ് ആ വിശ്വാസികൾ? വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന കാലഘട്ടത്തിലെ വിശ്വാസികൾ ആരാണ്? സ്വഹാബികളാണ്. ഇത് ഏത് സ്വഹാബികളെ കുറിച്ചാ പറയുന്നത്? ഇത് യുബായിഊനക തഹ്ത അശ്ശജറ ഫഅലിമ മാ ഫീ ഖുലൂബിഹിം ഫഅൻസല അസ്സകീനത അലൈഹിം വഅതാബഹും ഫതഹൻ ഖരീബാ. അല്ലാഹു അവരെ കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവർ പ്രവാചകനോടൊപ്പം മരത്തിന് ചുവട്ടിൽ വെച്ചുകൊണ്ട് കരാർ ചെയ്ത സന്ദർഭം ഏതാണത്? അതാണ് ബൈഅത്ത് റിദ്വാൻ. ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാനമായ സംഭവമാണ് ബൈഅത്ത് റിദ്വാൻ. അതായത് നബിയും സ്വഹാബിമാരും മക്കത്തിൽ നിന്ന് മദീനത്തേക്ക് പോയി. 6 കൊല്ലമായപ്പോ അവർക്കൊരാഗ്രഹം ഉംറ ചെയ്യണമെന്ന്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ കൂട്ടി മദീനത്തേക്ക് വരികയാണ്. മദീനയിൽ ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് മുശ്രിക്കുകൾ തടഞ്ഞു. മക്കന്റെ അകത്തേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞു. നബിയും സ്വഹാബത്തും പറഞ്ഞു, ഞങ്ങൾ യുദ്ധത്തിന് വന്നതല്ല, ഞങ്ങൾ പ്രശ്നമുണ്ടാക്കാൻ വന്നതല്ല, ഞങ്ങൾ ഉംറ ചെയ്യും, തിരിച്ചു പോകും. പക്ഷേ മുശ്രിക്കുകൾ സമ്മതിച്ചില്ല. ഒരുപാട് ചർച്ചകൾ നടന്നു.
മക്കയിലെ മുശ്രിക്കുകളുടെ നേതാക്കന്മാർ അവിടെ വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളുണ്ടായി, ചർച്ചകളുണ്ടായി. പക്ഷേ ഫലം ചെയ്തില്ല. ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ മക്കത്തേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് പറഞ്ഞു, ഉസ്മാൻ നീ അവിടെ പോയി അതൊരു അംബാസഡറായിട്ട് പോവുകയാണ്. അംബാസഡർമാരെ ആക്രമിക്കാൻ പാടില്ല എന്നുള്ളത് അറബികളുടെ പൊതു നിയമമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മക്കത്തേക്ക് ചെന്നു. അറബികളുമായി, മുശ്രിക്കുകളുടെ ഖുറൈശികളുടെ നേതാക്കന്മാരുമായി സംസാരിച്ചു. അവർ പറഞ്ഞു, ഈ വർഷം നിങ്ങൾ ഹജ്ജിന് വരാം, ഉംറക്ക് വരാൻ പാടില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് അന്ന് ഖുറൈശികൾ പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ തവാഫ് ചെയ്തോ, നീ തിരിച്ചു പോയിക്കോ, മുഹമ്മദും കൂട്ടരെ ഇപ്പൊ കൊണ്ട് വരാൻ പാടില്ല. അപ്പൊ ഉസ്മാൻ ഖാൻ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യൂല, കാരണം ഞങ്ങൾ ഒന്നിച്ചു വന്നതാണല്ലോ. അങ്ങനെ ഇരിക്കെയാണ് ഹുദൈബിയയിൽ സ്വഹാബികളും പ്രവാചകനുമുണ്ട്. ഒരു വാർത്ത പ്രചരിച്ചു. എന്താ വാർത്ത? മക്കയിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടിരിക്കുന്നു. ഈ വാർത്ത പ്രചരിച്ചപ്പോ സ്വഹാബത്ത് നബിയോട് പറഞ്ഞു, നബി നമുക്ക് യുദ്ധത്തിന് പോകാം, നമുക്ക് യുദ്ധം ചെയ്യാം. പക്ഷെ പ്രവാചകൻ അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ നബിയും സ്വഹാബിമാരും അവിടെ ഒരു മരമുണ്ടായിരുന്നു. ആ മരത്തിന്റെ പേരാണ് സമുറ. സഹോദരങ്ങളെ, ഇസ്ലാമിക ചരിത്രം നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം. കാരണം പ്രവാചകന്റെ ചരിത്രം എന്ന് പറയുന്നത് അത് സംഭവബഹുലമായ ഒരു ജീവിതമാണ്. അതിൽ സ്വഹാബത്തിന്റെ ചരിത്രം വരും, അതിൽ നമ്മുടെ ആദർശത്തിന്റെ ചരിത്രം വരും, അതിൽ നമ്മൾ ഇന്ന് ഉൾക്കൊണ്ട ഇസ്ലാം എത്രമാത്രം വലിയ അനുഗ്രഹമാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന വിശാലമായ ചരിത്രം വരും. പ്രവാചക ചരിത്രമെങ്കിലും ചുരുങ്ങിയത് നമ്മൾ വായിച്ചിരിക്കണം. ആ സമുറ എന്ന മരത്തിന് ചുവട്ടിൽ ഒരുമിച്ച് കൂടി സ്വഹാബികൾ നബി ഒരുമിച്ച് കൂടിയിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കൈ നീട്ടി, സ്വഹാബത്ത് ബൈഅത്ത് ചെയ്യുക, ഉടമ്പടി ചെയ്യുക. എന്താ ഉടമ്പടി? മരണം വരെ പോരാടാൻ, ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്യാൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ മരണം വരെ പോരാടാൻ അള്ളാഹുവിന്റെ പ്രവാചകരെ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബിന്റെ കയ്യിൽ എല്ലാവരും ഇങ്ങനെ കൈ കൊടുക്കുകയാണ്. ഇതാണ് ഉടമ്പടി ചെയ്യുക, ബൈഅത്ത് ചെയ്യുക എന്ന് പറയാം. ഇസ്ലാമിലെ നിലവിലെ യഥാർത്ഥ ഇസ്ലാമിക ഖലീഫക്ക് മാത്രമേ ബൈഅത്തുള്ളൂ. ഇപ്പൊ ത്വരീഖത്തിനൊക്കെ കുറെ ബൈഅത്തുകൾ കാണാം, അത് ഇസ്ലാമികമല്ല, പാടില്ല, അത് മറ്റൊരു വിഷയം. അപ്പൊ ഏതായാലും എല്ലാവരും നബിക്ക് കൈ കൊടുത്തു. എന്ത് പറഞ്ഞിട്ട്? മരണം വരെ ഇസ്ലാമിന് വേണ്ടി, റബ്ബിന് വേണ്ടി പോരാടാൻ ഞങ്ങൾ തയ്യാറാണ്. അവരാണ് ഈ പറഞ്ഞ ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ ഇദ് യുബായിഊനക തഹ്ത ശജറ, മരത്തിന് ചുവട്ടിൽ വെച്ചുകൊണ്ട് പ്രവാചകരെ നിങ്ങളോട് ബൈഅത്ത് ചെയ്ത ആളുകൾ. അതിനാണ് ബൈഅത്ത് റിദ്വാൻ എന്ന് പറയാം. അത് കഴിഞ്ഞിട്ടാ പിന്നീട് ഹുദൈബിയ സന്ധി ഉണ്ടാകുന്നത്. ഈ ബൈഅത്ത് റിദ്വാനിൽ പങ്കെടുത്തത് 1400 ആളുകളാണ്. 1400 ആളുകൾ. ഇമാം മുസ്ലിമിന്റെ ഹദീസിൽ കാണാം, അവർ നരകത്തിലേക്കില്ല. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കേൾക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സന്തോഷ വാർത്ത അതല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാ? ദുനിയാവിന്റെ ഒന്നും ആഗ്രഹിച്ചുകൊണ്ടല്ല. ഇവിടെ നിന്ന് എന്തെങ്കിലും കേട്ട്, എന്തെങ്കിലും പഠിച്ച് അത് ജീവിതത്തിലേക്ക് നമുക്ക് ഒരു മാർഗമായി നരകത്ത് രക്ഷപ്പെടണം. വേറെ ലക്ഷ്യം നമുക്കില്ല, നമുക്ക് ആരൊന്നും തരാനില്ല. ഇവിടെ വന്നിരുന്ന ആരെങ്കിലും എന്തെങ്കിലും തരുന്ന ആരും പറഞ്ഞിട്ടുമില്ല. നമ്മൾ അള്ളാഹുവിന്റെ ദീനിനോടുള്ള സ്നേഹം കൊണ്ട്, ആ സ്നേഹം കൊണ്ട് നരകത്തിൽ രക്ഷപ്പെടണം, സ്വർഗത്തിലേക്ക് എത്തിച്ചേരണം. നമ്മൾ അതിനുവേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്. സ്വഹാബത്ത് ജീവിച്ചിരിക്കുമ്പോ അള്ള കൊടുക്കുന്ന സന്തോഷ വാർത്തയാണ് ഇതാ, ആ മരത്തിന് ചുവട്ടിലെ പ്രവാചകനോട് ബൈഅത്ത് ചെയ്ത 1400 പേർ അവർ നരകത്തിലേക്കില്ല. അപ്പൊ ഇനി അവരെക്കാൾ വലിയ ആളുകൾ ആരായി ഇനി ഈ ലോകത്ത് വരാനുള്ളത്? അത് കഴിഞ്ഞ് തബൂക്ക് യുദ്ധമുണ്ടായി. മദീനയിൽ നിന്ന് 300 ചില്ലറ കിലോമീറ്റർ ദൂരത്തുള്ള സ്ഥലമാണ് തബൂക്ക്. ശക്തമായ ചൂടുള്ള കാലഘട്ടം, ഈത്തപ്പഴമെല്ലാം പഴുത്തു നിൽക്കുന്ന സമയം. അറബികൾക്ക് എങ്ങോട്ട് പോകാൻ തോന്നൂല ഈത്തപ്പഴം പഴുത്തു കഴിഞ്ഞാൽ. ഇത് പണ്ടേ അങ്ങനെയാണ്. പിന്നെയോ തബൂക്ക് യുദ്ധം നടക്കുന്നത് വളരെ ദാരിദ്ര്യത്തിന്റെ കാലഘട്ടത്തിൽ. ദുർബലരായ സ്വഹാബികൾ, അവരുടെ കൂടെ പടക്കോപ്പുകളോ മറ്റു വാഹന സൗകര്യങ്ങളോ കൂടുതലായിട്ടില്ല. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിരിവ് നടത്തിയിട്ടാണ് തബൂക്കിലേക്ക് സൈന്യം ഉണ്ടാക്കിയത്. അന്ന് ആരൊക്കെ കൊടുത്തത്, എന്തൊക്കെ കൊടുത്തത്, ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ആ തബൂക്കിലേക്ക് പോയ ആളുകൾ ഞെരുക്കത്തിന്റെ സൈന്യം എന്നാ ഖുർആൻ പറഞ്ഞത്, ജയ്സുൽ ഉസ്റ, പ്രയാസത്തിന്റെ സൈന്യം. പക്ഷേ അതിലേക്കും പോയി സ്വഹാബികൾ. 30,000-ഓളം ആളുകൾ സൈന്യത്തിന് പോയി എന്നാണ്. അവരെ കുറിച്ച് ഖുർആൻ പറയാ, സൂറത്തു തൗബയിലെ 711-ാമത്തെ വചനം, لقد تاب الله على النبي والمهاجرين والأنصار الذين اتبعوه في ساعة العسرة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൗബ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു.
നബിക്ക് അല്ലാഹു തആല പശ്ചാത്താപം സ്വീകരിച്ചു. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമല്ല മുഹാജിറുകൾക്കും വൽ അൻസാർ, അൻസാറുകൾക്കും. അവരാരാണ്? അല്ലദീന തബഊഹു ഫീ സാഅത്തിൽ ഉസ്റ, ഞെരുക്കത്തിന്റെ സന്ദർഭത്തിൽ പ്രവാചകനെ പിൻപറ്റിയ ആളുകൾ. ഞങ്ങളില്ല, നിങ്ങൾ പോയിക്കോളി, ഞങ്ങളില്ല, നിങ്ങൾ പോയിക്കോളി, ഞങ്ങൾക്ക് ഇവിടെ പ്രയാസമാണ്, ഇവിടെ ബുദ്ധിമുട്ടാണ്, ഞങ്ങൾ യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്നൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കുകയാണ് അവർ. നേരത്തെ പറഞ്ഞില്ലേ ഇമാം റാസി പറഞ്ഞത്, അള്ളാഹുവിന്റെ ദീനിനെ വെളിപ്പെടുത്താൻ, അള്ളാഹുവിന്റെ പ്രവാചകനെ സഹായിക്കാൻ, ആ പ്രവാചകന്റെ കൂട്ടിനായി അള്ളാഹ് ഏൽപ്പിച്ചു കൊടുത്ത പ്രത്യേകം ആളുകളാണ് സഹാബിമാർ. അല്ലാഹു തആല ഇവിടെയും അവരെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞു. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു സഹാബിയാണ്. അദ്ദേഹം പറയാ, മൻ കാന മുസ്തന്നൻ ഫൽയസ്തന്ന ബിമൻ ഖദ് മാത്. ഇത് അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കാണ്. സ്വഹാബത്ത് കുറെ മരിച്ചുപോയി, ജീവിച്ചിരിക്കുന്നത് പിന്നീടുള്ള അടുത്ത തലമുറയാണ്. ഈ സ്വഹാബികളെ കണ്ട ആളുകളാണ് താബിഉകൾ. താബിഉകൾ നബിയെ കണ്ടവരല്ല. നബിയെ കണ്ടാൽ പിന്നെ താബി എന്നല്ല പറയാ, നബിയെ കണ്ടാൽ പിന്നെ സ്വഹാബി എന്നാണ് പറയാ. സ്വഹാബികൾ കുറെ മരണപ്പെട്ടു പോയി. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്റെ കൂടെയുള്ള താബിഉകളോട് പറയാണ്, മൻ കാന മുസ്തന്നൻ, നമുക്കുള്ള നിർദ്ദേശം കൂടിയാണ്. മൻ കാന മുസ്തന്നൻ, ആരെങ്കിലും വല്ല നടപടിക്രമത്തെയും സ്വീകരിക്കുന്നുവെങ്കിൽ ഫൽയസ്തന്ന ബിമൻ ഖദ് മാത്, മരിച്ചുപോയവരുടെ മാർഗം നിങ്ങൾ സ്വീകരിക്കുക. ആരാ മരിച്ചുപോയവര്? സ്വഹാബികളിൽ നിന്ന് മരിച്ചുപോയവർ. അവരാണല്ലോ അദ്ദേഹത്തെ സംബന്ധിച്ച് മരിച്ചുപോയവർ എന്ന് പറഞ്ഞാൽ. അവരുടെ മാർഗം നിങ്ങൾ പിൻപറ്റുക. കാരണം എന്താ? ഫഇന്നൽ ഹയ്യ ലാ തൂമനു അലൈഹിൽ ഫിത്ന, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളിൽ ഫിത്നക്ക് സാധ്യതയുണ്ട്. ഉലൈക സുഹാബ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഉദ്ദേശിച്ച മരിച്ചുപോയവർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് സ്വഹാബികളാണ്. കാനു അഫ്ളല ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായിരുന്നു അവർ. അബറുഹാ ഖുലൂബ, ഏറ്റവും നല്ല ഖൽബിന്റെ ആളുകളായിരുന്നു അവർ. വഅമഖുഹാ ഇൽമാ, ആഴമേറിയ അറിവുള്ളവരായിരുന്നു അവർ. വഅഖല്ലുഹാ തകല്ലുഫ, ജാടകളില്ലാത്ത നാട്യങ്ങളില്ലാത്തവരായിരുന്നു അവർ. ഇഖ്താറഹുമുല്ലാഹു ലിസുഹബത്തി നബിയിഹി, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കാൻ വേണ്ടി അല്ലാഹ് തിരഞ്ഞെടുത്തവരാണ് അവർ. വലിഖാമത്തി ദീനിഹി, അല്ലാഹുവിന്റെ ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടിയും അല്ലാഹ് തിരഞ്ഞെടുത്തവരാണ് അവർ. അതുകൊണ്ട് ഫഅരിഫൂലഹും ഫളലഹും, അവരുടെ മഹത്വം നിങ്ങൾ ആദ്യം അറിയണം. ഇതാരാ പറയണത്? അതുകൂടി ഓർക്കണം. നമ്മളൊക്കെ പണ്ടത്തെ ഔലിയാക്കന്മാരെ കുറിച്ച് ഇപ്പോഴത്തെ ആൾക്കാർ പറയും. ഇപ്പോഴുള്ള ആൾക്കാർ പറയും പണ്ടത്തെ ഔലിയാക്കന്മാരെ കുറിച്ച്. അങ്ങനെയാണല്ലോ. അപ്പ ഏതെങ്കിലും ഔലിയാക്കന്മാരുണ്ടെങ്കിൽ അവരെ കുറിച്ച് ആരും പറയലില്ല. അത് 100 കൊല്ലം കഴിഞ്ഞിട്ടേ പറയുള്ളൂ. ഇതങ്ങനെയല്ല. സ്വഹാബികളുടെ കൂടെ ജീവിച്ച് സ്വഹാബിയായി ജീവിച്ച ഇബ്നു മസ്ഊദ് സ്വന്തം കൂടെ നടന്നവരെ കുറിച്ച് പറയാണ്. ഫഅരിഫൂലഹും ഫളലഹും, അവരുടെ മഹത്വം നിങ്ങൾ അറിയണം. വത്തബിഊഹും അലാ അഥരിഹിം, അവരുടെ കാലടിപ്പാടുകളെ നിങ്ങൾ പിൻപറ്റണം. വതമസ്സകൂ ബിമസ്തതഅതും മിൻ അഖ്ലാഖിഹിം വസിയരിഹിം, അവരുടെ ജീവിതവും സ്വഭാവവും നിങ്ങൾ കഴിവിന്റെ പരമാവധി സ്വീകരിക്കണം. കാരണം ഫഇന്നഹും കാനൂ അലൽ ഹുദൽ മുസ്തഖീം, അവർ ചൊവ്വായ വഴിയിലായിരുന്നു എന്ന് മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്. ഇമാം ഔസാഇ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ഇസ്ബിർ നഫ്സക അല സുന്ന, നീ നിന്നെ പ്രവാചകന്റെ സുന്നത്തിൽ നിയന്ത്രിച്ചു നിർത്തണം. അതിനപ്പുറം പോകാൻ പാടില്ല. അവിടെ നിന്ന് കണ്ടം ചാടാൻ പാടില്ല. നീ നിന്നെ പിടിച്ചു നിർത്തേണ്ടത് പ്രവാചകന്റെ സുന്നത്തിനോടും ചര്യയോടും ഒപ്പമാണ്. പിന്നെയോ നിന്നിടത്ത് നിൽക്കണം. ഏതാ അൽ ഖൗം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന ഖൗം. അവർ എവിടെ നിന്നോ അവിടെ നിൽക്കുക. അവർ ചെയ്യാത്തത് വേണ്ട. പ്രവാചക സ്നേഹം വേണം നമുക്ക്. പക്ഷേ എങ്ങനെയാ സ്നേഹിക്കേണ്ടത്? ആദ്യം സ്നേഹിച്ചത് സ്വഹാബികളാണ്. അവരെങ്ങനെ സ്നേഹിച്ചു? അങ്ങനെ സ്നേഹിക്കണം. എങ്ങനെയാ സ്വഹാബത്ത് പ്രവാചകനെ സ്നേഹിച്ചത്? ഇൻഷാ അല്ലാഹ് സ്വഹാബത്തിന്റെ ചരിത്രത്തിലൂടെ ചില ഉദാഹരണങ്ങൾ നമുക്ക് പിന്നീട് അത് പറയാം. ഞാൻ പറഞ്ഞു വരുന്നത്, ആ സ്വഹാബികൾ നിന്നിടത്ത് നിൽക്കാനാണ് മുൻഗാമികൾ പഠിപ്പിച്ചത്. വഖുൽ ബിമാ ഖാലു, അവർ പറഞ്ഞത് പറയുക, അവർ പറയാത്തത് പറയണ്ട.
അവർ പറഞ്ഞതിനപ്പുറവും പറയണ്ട. അവർ എന്തൊന്ന് ഒഴിവാക്കിയോ അത് നിങ്ങളും ഒഴിവാക്കുക. നിന്റെ സലഫ് സ്വാലിഹിന്റെ മാർഗം നീ പിൻപറ്റുക. അവർക്ക് എന്ത് മതിയായോ അത് മതി നിനക്കും. അവർക്ക് ഇല്ലാത്തത് നിനക്ക് വേണ്ട, അവർ സ്വീകരിക്കാത്തത് നീ സ്വീകരിക്കേണ്ട. എന്നാൽ അവർ സ്വീകരിച്ച് നീ ഒഴിവാക്കാനും പാടില്ല. അവർക്ക് എന്തുണ്ടായിരുന്നോ അതൊക്കെ നിനക്കും വേണം എന്ന് ഇമാം ഔസാഇ റഹിമഹുല്ലാ പറയുന്നു. ഇമാം അബ്ദുൽ ഹമീദ് പറയാൻ അൽ ഇസ്ലാം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇന്നമാ ഹുവ ഫീ കിതാബില്ലാഹി, അല്ലാഹുവിന്റെ കിതാബിൽ എന്തുണ്ടോ അതാണ് ഇസ്ലാം. പിന്നെയോ സുന്നത്തി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ എന്തുണ്ടോ അതാണ് ഇസ്ലാം. അവസാനിച്ചില്ല. വമാ കാന അലൈഹി സലഫുഹാ മിൻ അഹ്ലിൽ ഖുറൂനി തലാസത്തിൽ മശ്ഹൂദി ലഹും ബിൽ ഖൈരിയ്യ അലാ ലിസാനി സ്വാദിഖിൽ മസ്ദൂഖ്. സത്യം മാത്രം പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ ഏറ്റവും നല്ലവർ എന്ന് പുകഴ്ത്തി പറയപ്പെട്ട ആ ഉത്തമ തലമുറയിലെ ആളുകൾ എന്തൊന്നിൽ നിലക്കൊണ്ടോ അതുമാണ് ഇസ്ലാം. അപ്പൊ എന്താണ് ഇസ്ലാം? അള്ളാഹുവിന്റെ ഖുർആനിലുള്ളത്, പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലുള്ളത്, പിന്നെയോ സ്വഹാബത്തിന്റെ ജീവിതത്തിലുള്ളത്. ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇമാം അബ്ദുൽ ഹമീദ് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അല്ലാഹു തആല ആ നിലക്കാണ് സ്വഹാബികളെ നിശ്ചയിച്ചു കൊടുത്തത്. അങ്ങനെയാണ് സ്വഹാബത്ത് പ്രവാചകരിൽ ദീന് പഠിച്ചതും. ഇനി അവരെ പോലെ ഒരു നല്ല തലമുറയോ അവരെ പോലെ നമുക്ക് മാതൃകയാക്കാവുന്ന ഒരു വിഭാഗമോ ഈ ലോകത്ത് വരാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊന്ന് പറഞ്ഞാലും അനുസരിക്കുന്ന ആളുകൾ, എന്ത് വിഷയത്തിലും അത് പ്രയാസമുള്ളതാണോ പ്രയാസമില്ലാത്തതാണോ ആ നോട്ടമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അഭിപ്രായം ചോദിച്ചാൽ പോലും അതിൽ പ്രവാചകനെ വിഷമിപ്പിക്കുന്ന അഭിപ്രായം അവർ പറയാറില്ല എന്നാണ്. ബദർ യുദ്ധത്തിലേക്ക് പോവുകയാണ്. ബദർ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടിയാലോചന നടത്തി. ഇവർ അനുയായികളാണ്, നബി നേതാവാണ്, ഞാൻ പറഞ്ഞാൽ കേൾക്കണം, അതിനപ്പുറത്തൊന്നും മിണ്ടാൻ പാടില്ല എന്ന നയം സ്വീകരിച്ചില്ല. മുഹാജിറുകളോട് ചോദിച്ചു, ആവർത്തിച്ച് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? അൻസാറുകളോട് ആവർത്തിച്ച് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? കാരണം യുദ്ധത്തിന് വേണ്ടിയാണ് പോകുന്നത്. പോകുമ്പോൾ അവർക്ക് യുദ്ധത്തിനാണെന്ന് അറിയുമായിരുന്നില്ല. ബദറിലേക്ക് എത്തിയതിനു ശേഷമാണ് യുദ്ധത്തിന്റെ സാഹചര്യങ്ങൾ ഒരുങ്ങിയത്. അവിടെ വെച്ചുകൊണ്ട് സ്വഹാബത്തിനോട് പ്രവാചകൻ കൂടിയാലോചന നടത്തുകയാണ്. ആ സന്ദർഭത്തിൽ അൻസാറുകളുടെ നേതാവായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ, ലൗ അമർതന അൻ നഖൂദൽ ബഹറ ലഖുദ്നാഹു, ഞങ്ങളോട് നിങ്ങൾ കടലിലേക്ക് ചാടാൻ പറഞ്ഞാൽ ഞങ്ങൾ സന്നദ്ധരാണ്. ഔ നദ്രിബ അക്ബാദഹാ ഇലാ ബർഖിൽ ഖിമാദി ലഫഅൽനാ, ഇനി അതല്ല ബർഖുൽ ഖിമാദ് വരെ എന്ന് പറഞ്ഞാൽ എത്ര ദൂരത്തേക്കും നിങ്ങളുടെ കൂടെ യാത്ര ചെയ്ത് ഞങ്ങൾ വരണമെന്നാണോ പറയുന്നത്, ഞങ്ങൾ അതിനും തയ്യാറാണ്. നിഷേധമില്ല, എതിരഭിപ്രായമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്, എന്താണ് വേണ്ടത്? മുഹാജിറുകളോട് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ മഹാനായ മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹു പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇമ്മി ലിമാ അറാകല്ലാഹ്, അല്ലാഹ് എന്തൊന്നാണോ നിങ്ങളോട് കൽപ്പിക്കുന്നത് അത് നിങ്ങൾ ചെയ്തു കൊള്ളുക, അതിലേക്ക് നിങ്ങൾ നീങ്ങിക്കൊള്ളുക. ഫനഹ്നു മഅക, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. ആയുധങ്ങളുടെ സന്നാഹങ്ങളോ മറ്റു സൈനിക ശക്തിയോ ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ അന്ന് പ്രവാചകന് ഏറ്റവും ആവേശമായി ആദ്യം മാറിയത് തന്റെ സ്വഹാബത്തിന്റെ നല്ല പിന്തുണയാണ്. അനുചരന്മാര്, കൂടെയുള്ള ആളുകള് നിരുത്സാഹപ്പെടുത്തുന്ന അല്ലെങ്കിൽ പ്രോത്സാഹനമില്ലാത്ത വാക്കുകൾ പറഞ്ഞാൽ സ്വാഭാവികമായും ദുർബലപ്പെട്ടു പോകും, മനസ്സ് ദുർബലപ്പെടും, ആവേശം ചോർന്നു പോകും. പക്ഷെ എല്ലാ നിലക്കും ആവേശം നൽകുന്ന ഒരു അനുയായി വൃന്ദം പ്രവാചകനുണ്ടെന്ന് പ്രവാചകൻ അറിയാം. അതുകൊണ്ടാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ഒന്നാമത്തെ യുദ്ധമായ ബദർ യുദ്ധം വൻ വിജയമായി മാറിയത്. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറയാ, നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹ് എന്തൊന്നാണോ പറഞ്ഞത് അത് നിങ്ങൾ ചെയ്തു കൊള്ളുക. ഫനഹ്നു മഅക, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലാ നഖൂലു ലക, ഞങ്ങൾ നിങ്ങളോട് പറയുകയില്ല, കമാ ഖാല ബനൂ ഇസ്രായീൽ ലി മൂസ, ബനൂ ഇസ്രായീൽ മൂസാ നബിയോട് പറഞ്ഞ പോലെ ഞങ്ങൾ പറയില്ല. എന്താ അവര് പറഞ്ഞത്? മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ബനൂ ഇസ്രായേലിനെയും കൊണ്ട് കടൽ കടന്നുപോയി. ആ മരുഭൂമിയിൽ നിങ്ങൾ താമസിക്കുകയാണ്. അവരോട് പറഞ്ഞു, നിങ്ങൾ അപ്പുറത്ത് ഫലസ്തീൻ എന്ന രാജ്യമുണ്ട്, ഫലസ്തീനിലേക്ക് പോകണം, അവിടെ പോയി നിങ്ങൾ യുദ്ധം ചെയ്യണം. അങ്ങനെ നിങ്ങൾ യുദ്ധം ചെയ്താൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും.
അവർ പറഞ്ഞു, ഞങ്ങൾ പോകൂല, ഫീഹാ ഖൗമുൻ ജബ്ബാറൂൻ, അവിടെ വലിയ പോക്കിരികളായ ആളുകളാ, അവര് പുറത്തു പോകുന്നവരെ ഞങ്ങൾ അങ്ങോട്ട് പോകൂല. അപ്പൊ മൂസാ നബി ആവേശം കൊടുത്തു, നിങ്ങൾ യുദ്ധത്തിൽ ചെല്ലുക, അള്ളാഹു നിങ്ങളെ സഹായിക്കും. അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞപ്പോഴും അവസാനം ആ കൂട്ടര് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊള്ളാം. അതാ ബനൂ ഇസ്രായേലിയര് ഒരു നന്ദികെട്ട സമൂഹമായി മാറി അവര്. നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊള്ളാം എന്ന് പണ്ട് ബനൂ ഇസ്രായേലിയർ മൂസാ നബിയോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലേ, അതുപോലെ ഞങ്ങൾ പറയൂല. ഞങ്ങൾ എന്താ പറയാന്നറിയോ? ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ വഇന്നാ മഅകും മുഖാതിലൂൻ. അല്ലാഹുവും നിങ്ങളും യുദ്ധത്തിന് ഒരുങ്ങിക്കോളൂ, ഞങ്ങളും നിങ്ങളുടെ കൂടെയുണ്ട്. അതൊരു ആവേശം നൽകുന്ന സഹാബത്ത്. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സഹാബിമാർ. സഹാബത്ത് സഹോദരന്മാരെ, അവരിങ്ങനെ സന്തോഷം പറയാണ്, ഞാന് നബിയെ കണ്ടു. ജീവിതത്തിൽ നമുക്ക് ആർക്കും പറയാൻ കഴിയാത്തൊരു സംഗതിയാണ്. ഇപ്പോൾ ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ എത്ര സന്തോഷം ഉണ്ടാവും. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കണ്ടു എന്ന് ഒരാളിങ്ങനെ അതിനെ കുറിച്ച് പറയുമ്പോൾ എത്ര ആവേശത്തോടെ സന്തോഷത്തോടു കൂടിയാ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്നും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നവർ അവര് പറയാണ്. ഒരു ഹദീസ് ഉദ്ധരിക്കുമ്പോൾ സഹാബി പറയും, അന്ന് നബി എന്നോട് ചിരിച്ചു, നബി എന്റെ ചുമരിൽ കൈവച്ചു, ഞാനും നബിയും ഒരു കിണറിന് അരികെ ഇരിക്കുകയായിരുന്നു. ഉസ്മാനും നബിയും കൂടെ ഇരിക്കുമ്പോൾ ഞാൻ അവിടെ കയറി ചെന്നു. അപ്പൊ നബി എന്നെ നോക്കി. അങ്ങനെ നബി ചിരിച്ചതും നബി സംസാരിച്ചതും നബി കൈവച്ചതും നബി തൊട്ടതും നബിയുടെ ഒപ്പം നടന്നതും ഒക്കെ സ്വഹാബത്തുകൾ ഇങ്ങനെ എടുത്തു പറയുമ്പോ അത് എന്തുകൊണ്ടാ? അത് സന്തോഷം കൊണ്ട് പറയാണ്. ആ ഒരു പദവിയിലേക്കും ആ ഒരു സ്റ്റേജിലേക്കും എത്താൻ ഇനി ലോകത്തൊരാൾക്കും സാധ്യമല്ല. അതാണ് സ്വഹാബികൾ. അബ്ദുല്ലാഹി ഇബ്നു സലാം ജൂതന്മാരുടെ നേതാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോ നബിനെ കാണാൻ പോയി. ആദ്യമായിട്ട് നബിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അബ്ദുല്ലാഹി ഇബ്നു സലാം പറഞ്ഞ വാക്കുണ്ട്, അറഫ്തു അന്ന വജ്ഹഹു ഹാദാ ലൈസ ബിവജ്ഹിൻ കദ്ദാബ്. ആ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതൊരിക്കലും കളവ് പറയാത്ത മുഖമാണ് എന്ന്. ഒന്നാമത്തെ പ്രവാചകന്റെ ദർശനത്തെ കുറിച്ച് അന്ന് അബ്ദുല്ലാഹി ഇബ്നു സലാം പറഞ്ഞ വാക്കാണ്. സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കണ്ടവർ. പിന്നെയോ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെ അവതരണങ്ങൾക്ക് സാക്ഷികളായവർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരായത്തിറങ്ങി, ആര് കാരണം? ഒരു സ്വഹാബി കാരണം. പിന്നെ ആയത്ത് ആ സ്വഹാബി ഇങ്ങനെ ഓതുകയാണ്. അല്ലാഹു തആല ഇറക്കിയ ആയത്ത്, ജിബ്രീൽ കൊണ്ടുവന്ന ആയത്ത് നബിക്ക് എത്തിച്ചു കൊടുത്തിട്ട് ആ നബി അത് മക്കത്തും മദീനത്തും ഓതി കൊടുത്തിട്ട് ആ സ്വഹാബി കേട്ട് സ്വഹാബി ഇങ്ങനെ ഓതുക ആയത്ത്, തന്നെ കുറിച്ച് പറഞ്ഞ ആയത്ത്. ഇപ്പൊ എന്നെ കുറിച്ചൊരു ആയത്ത് ഇറങ്ങിയിട്ട് ഇപ്പൊ നമ്മളൊക്കെ പേപ്പറിൽ എങ്ങനെയെങ്കിലും ഒരു ഫോട്ടോ പേര് വരാൻ കാത്തുകൊള്ളവരായിരിക്കും അല്ലെ? അല്ലാഹു തആല ആയത്തിറക്കിയ ഒരു സ്വഹാബിനെ കുറിച്ച്, എന്നിട്ട് ആ സ്വഹാബി ആയത്ത് ഇങ്ങനെ ഓതുക. എന്തൊരു സന്തോഷം ഉണ്ടാവും, എന്തൊരു ഈമാൻ ഉണ്ടാവും. മാത്രമല്ല ആ സ്വഹാബി മദീനയുടെ വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോ വീട്ടിലിരുന്നിട്ട് വേറെ സ്വഹാബത്തെ ആയത്ത് ഇങ്ങനെ ഓതുക. അപ്പൊ ഈ സ്വഹാബിന്റെ കരളിങ്ങനെ കുളിരും. അയാളെ കുറിച്ച് ഇറങ്ങിയ ആയത്താണ്. ഇനി ഖിയാമത്ത് നാൾ വരെ ആ ആയത്ത് ജനങ്ങൾ പാരായണം ചെയ്യണം. അപ്പൊ അത്രയും ഈമാനുള്ള, റബ്ബിനെ മനസ്സുകൊണ്ടറിഞ്ഞ, പ്രവാചകനെ തൊട്ടറിഞ്ഞ, കണ്ടറിഞ്ഞ ആ ഒരു സ്വഹാബികളെ പോലെ നല്ലവരും ഈ ലോകത്താറാ വേറെ വരാനുള്ളത്. വിശ്വാസം പിഴക്കാത്തവർ, ഈമാൻ ഉറച്ചവർ, ഒരു നിലക്കും വ്യതിചലിച്ചു പോകാത്തവർ, അവർ എന്ത് പറഞ്ഞാലും ഇസ്ലാമിന്റെ മാർഗമായി നമുക്ക് അംഗീകരിക്കാവുന്ന കാര്യങ്ങൾ. നോക്കൂ നിങ്ങൾ, ഒരു ഉദാഹരണം ഞാൻ പറയാം. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത്, ഒരു സൂറത്ത് തന്നെയുണ്ട്. ആ സൂറത്തിന്റെ പേര് അൽ മുജാദല. അൽ മുജാദല തർക്കം എന്നാണ്. ഇനി അൽ മുജാദില എന്ന് പറയുകയാണെങ്കിൽ തർക്കിച്ചവൾ, തർക്കിക്കുന്നവൾ. ആ സൂറത്തിന്റെ ആദ്യ ഭാഗങ്ങൾ അവതരിക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു. ഖൗല ബിൻത് സഅലബ റളിയല്ലാഹു അൻഹ, അവരുടെ ഭർത്താവ് ഔസ് ബിനു സാമിത്ത്. ഈ ഔസ് ബിനു സാമിത്ത് തന്റെ ഭാര്യയായ ഖൗലയോട് എന്ത് പറഞ്ഞു? ഒരു ദിവസം, അൻതി അലയ്യ കളഹിരി ഉമ്മി, നിന്റെ മുതുക് എനിക്ക് എന്റെ ഉമ്മാന്റെ മുതുക് പോലെയാണ് എന്ന് പറഞ്ഞാൽ നീ എനിക്ക് ഹറാമാണ്. ഞാനും നീയും ലൈംഗിക ബന്ധം പാടില്ല. ഇല്ല, എനിക്ക് എന്റെ ഉമ്മ ഹറാമായതുപോലെ നീയും എനിക്ക് ഹറാമാണ്. പണ്ട് അന്നത്തെ കാലത്ത്
ഈ വിവാഹമോചനത്തിനും മറ്റുമൊക്കെയായി സ്ത്രീകളോട് അന്ന് ഭർത്താക്കന്മാരെ പറഞ്ഞിരുന്ന വാക്കാണിത്. അപ്പൊ ദേഷ്യം വന്നപ്പോ അവർ പറഞ്ഞതാ, നീ എന്റെ ഉമ്മാനെ പോലെയാണ്. അതിനാണ് മുതുകുന്ന നിന്റെ മുതുക് എനിക്ക് ഹറാമാണ്. അതിനാണ് ലിഹാർ എന്ന് പറയാം. ഇസ്ലാമിലെ ത്വലാഖുണ്ട്, ഖുൽഉണ്ട്, ഫസ്ഖുണ്ട്, ലിആനുണ്ട്, ലിഹാറുണ്ട്, പലതുണ്ട്. പലതും പല രൂപത്തിലും പല സാഹചര്യത്തിലും പല സന്ദർഭത്തിലുമാണ്. അതിലൊന്നാണ് ലിഹാർ. അപ്പൊ ഭർത്താവ് ഭാര്യ ലിഹാർ ചെയ്തു എന്നാ ഉമ്മാനെ പോലെ ആക്കി. ഈ സ്ത്രീക്ക് വിഷമായി. കാരണം ഭർത്താവ് അങ്ങനെ പറഞ്ഞല്ലോ, എന്താ ചെയ്യാ? നബിന്റെ മുമ്പിൽ വന്നിട്ട് കരയാ, നബിയെ ഞങ്ങളെ ആ ഭർത്താവ് അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ ഞങ്ങളെ വേർപിരിക്കരുത്. കാരണം വേർപിരിഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പ്രയാസമാണ്. കുട്ടികൾ കുറേയുണ്ട്, അവരെ നോക്കാൻ എനിക്ക് കഴിയില്ല. മാത്രമല്ല ഇനി എന്റെ ഭർത്താവ് ഔസ് ബിൻ സാമിത്തിന് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല, പ്രായമായ ആളാണ്. അതുകൊണ്ട് ഞങ്ങളുടെ വിഷയത്തിൽ പരിഹാരം പറഞ്ഞു തരണം. നബി ഒന്നും മിണ്ടിയില്ല. കാരണം വഹി ഇറങ്ങണം. ഇനി ആ നിയമം എന്താ, എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്, ഭാവി കാര്യങ്ങൾ എന്താ, അല്ലാഹു തആല പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീ പ്രവാചകനോട് തർക്കിച്ച് സംസാരിച്ചു എന്നൊക്കെയാണ്. പല കാരണങ്ങളോട് ചരിത്രങ്ങൾ പലതാണ്. ആയത്തിറങ്ങി. എന്താ ആയത്ത്? ഖദ് സമി അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതസ്തകി ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവറകുമാ ഇന്നല്ലാഹ സമീഉൻ ബസീർ. സൂറത്തുൽ മുജാദിലയിലെ 1-ാമത്തെ ആയത്ത്. ഖദ് സമി അല്ലാഹ് കേട്ടിരിക്കുന്നു, അല്ലാഹ് കേട്ടിട്ടുണ്ട്. ഖൗലല്ലതി ആ പെണ്ണിന്റെ വാക്ക്, തുജാദിലുക ഫീ സൗജിഹാ തന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ നിങ്ങളോട് തർക്കിച്ചു വന്ന പെണ്ണിന്റെ വാക്ക്, വതസ്തകി ഇലല്ലാഹ് അവൾ അല്ലാഹയോട് പരാതിയും പറയുകയാണ്. അപ്പൊ അല്ലാഹുവോട് പരാതി പറഞ്ഞുകൊണ്ട് നിങ്ങളോട് തർക്കിച്ചു കൊണ്ടുവന്ന പെണ്ണിന്റെ പരാതി അല്ലാഹ് ഇതാ കേട്ടിരിക്കുന്നു. വല്ലാഹു യസ്മഉ തഹാവറകുമാ നിങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ നടത്തിയ സംസാരവും അല്ലാഹ് കേട്ടിട്ടുണ്ട്. ഇന്നല്ലാഹ സമീഉൻ ബസീർ അല്ലാഹ് എല്ലാം കേൾക്കുന്നവനാണ്, കാണുന്നവനാണ്. ഇനി അടുത്ത 2-3 ആയത്തുകള് ഇങ്ങനെ ഒരാൾ തന്റെ ഭാര്യയോട് അങ്ങനെ പറഞ്ഞാൽ അവർ എന്ത് നിയമം പാലിക്കണം, അതാണ് അടുത്ത ആയത്തുകളിൽ പഠിപ്പിക്കുന്നത്. അത് വേറൊരു വിഷയം. അപ്പൊ ഈ സ്ത്രീയാണ് ഈ ആയത്തിറങ്ങാനുള്ള കാരണം. ഇനി ആരാ പറഞ്ഞ പോയിന്റിലേക്ക് വരിക? ഈ സ്ത്രീ ഖുർആൻ ഓതുമ്പോ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നു ഓതോ? ഇല്ല. നമസ്കരിക്കുമ്പോ ഇമാം ഇങ്ങനെ ഖദ് സമി അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ തന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ തർക്കിച്ച് വന്ന പെണ്ണിന്റെ പരാതി അല്ലാഹ് കേട്ടിരിക്കുന്നു എന്ന ആയത്തിങ്ങനെ ഓതുമ്പോ നേരെ മഹ്മൂമായി നിൽക്കുന്ന പെണ്ണിത് കേൾക്കുമ്പോ എത്രത്തോളം ഈമാൻ ഉണ്ടാവും അല്ലേ? മറ്റുള്ള ആളുകൾ അത് ഓതുന്നത് ഇവര് കേൾക്കുമ്പോ എത്രത്തോളം സന്തോഷം ഉണ്ടാവും. കാരണം അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞതാ. അപ്പൊ അള്ളാഹ് സത്യമാണെന്നറിഞ്ഞവര്, പ്രവാചകൻ സത്യമാണെന്നവരറിഞ്ഞു, വഹയി സത്യമാണെന്നറിഞ്ഞു, ഖുർആൻ സത്യമാണെന്നറിഞ്ഞു, ഈമാൻ ശക്തി പ്രാപിച്ചു. അവിടേക്കുള്ള ഈമാൻ ഇനി ലോകത്തൊരാളും എത്തൂല. അതാണ് വഹീകൾക്ക് നേരിട്ട് സാക്ഷികളായവരാണ് അവർ. മക്കയിലും മദീനയിലൊക്കെ ആയത്തുകൾ ഓതിക്കൊണ്ടിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം കഴിഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി. അദ്ദേഹത്തിന്റെ കാലഘട്ടം കഴിഞ്ഞ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായ കാലഘട്ടത്തിൽ ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു വഴിയിലൂടെ ഇങ്ങനെ വരികയാണ്. നടന്നു പോകുമ്പോൾ അദ്ദേഹം ഖലീഫയാണ്, തന്റെ അനുയായികൾ കൂടെയുണ്ട്. ഭരണവുമായി ബന്ധപ്പെട്ട പല ആളുകളുണ്ടാവും. ഒരു ഖലീഫ എന്ന നിലയ്ക്ക് കൂടെ ആളുകളുണ്ടാവും. അവരും കൂടെ വരുന്നുണ്ട്. ചരിത്രം പറയാം. ഉമർ റളിയല്ലാഹു അൻഹു വാഖിഫുൻ അമാമഹാ. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പോകുമ്പോ ഒരു സ്ത്രീ ഇങ്ങനെ വരുന്നുണ്ട്, ഒരു പ്രായം ചെന്ന സ്ത്രീ. അവിടെ നിന്ന് ഉമറിന്റെ മുമ്പിൽ. എന്നിട്ടോ ആ സ്ത്രീ ഉമറിനോട് ഇങ്ങനെ തുരുതുര ഇഷ്ടം പോലെ വാചാലമായി എന്തൊക്കെയോ സംസാരിക്കുക, കുറെ ചോദിക്കുന്ന, ഉമർ മറുപടി പറയുന്ന. ആ സ്ത്രീ കുറെ കാര്യങ്ങൾ ആവർത്തിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഉമർ റളിയല്ലാഹു അൻഹു യാതൊരു മടുപ്പുമില്ലാതെ ചെവി കൊടുത്ത് ശ്രദ്ധിച്ചത് കേട്ടു. കുറെ സമയം കഴിഞ്ഞു. ഈ സ്ത്രീ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉമർ മറുപടി പറയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. ഫഖീല ലഹു യാ അമീറൽ മുഅ്മിനീൻ. അപ്പോൾ പിറകിൽ നിൽക്കുന്ന ആളുകൾ പറഞ്ഞു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, അബ്തഖിഫു ലിഹാദിഹിൽ അജൂസ്. ഈ വൃദ്ധക്ക് വേണ്ടിയാണോ എത്രയും നേരം നിങ്ങൾ നിന്നത്? ഹാദൽ വഖൂഫു കുല്ലുഹു. ഈ നൃത്തം മുഴുവൻ നിങ്ങൾ ഈ പെണ്ണിന് വേണ്ടിയാണോ ഇവിടെ നിന്നത്? ഫഖാല ഉമർ.
അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, വല്ലാഹി ലൗലം തൻസരിഫ് അന്നി ഇലൽ ലൈലി, ഈ സ്ത്രീ രാത്രി വരെ ഇവിടെ തന്നെ നിന്ന് എന്നോട് സംസാരിച്ചാലും, മൻസറഫ്തു അൻഹാ ഹത്താ തഖ്ലിയ ഹാജതഹാ, അവരുടെ ആവശ്യം എന്താണോ ആ ആവശ്യം മുഴുവൻ ഞാൻ നിറവേറ്റി കൊടുക്കുന്നത് വരെ ഇവിടെ നിന്ന് ഞാൻ പിരിഞ്ഞു പോകുന്ന പ്രശ്നമില്ല. ഇല്ലാ അൻ തഹ്ററ സ്വലാതൻ ഫഉസല്ലിഹാ, എന്നാൽ നമസ്കാരത്തിന് സമയമായാൽ ഞാൻ നമസ്കരിക്കാൻ പോകും, പിന്നെ വരും. എന്നിട്ടോ തുമ്മ അർജിഉ ഇലൈഹാ, ഞാൻ വീണ്ടും അവളുടെ അടുക്കിലേക്ക് മടങ്ങി വരും. ഹത്താ തഖ്ലിയ ഹാജതഹാ, അവളുടെ ആവശ്യം എന്താണോ അത് നിർവഹിച്ചു കൊടുക്കുന്നവരെ, അവൾക്ക് എന്ത് പറയാണ്ടെങ്കിലും കേട്ടിട്ട് ഞാൻ പോകുള്ളൂ. ഇതിനു ശേഷം ഉമർ റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നിന്നിട്ട് പിറകിലുള്ള ആളുകളോട് ചോദിക്കുകയാണ്, അതദറൂന മൻ ഹാദിഹിൽ അജൂസ്, ഈ സ്ത്രീ ആരാ നിങ്ങൾക്കറിയോ? നിങ്ങൾ പറഞ്ഞല്ലോ ആ വൃദ്ധയോട് എന്തിനാ സംസാരിച്ചതും സമയം കളഞ്ഞത്, നിനക്കറിയോ ഈ സ്ത്രീ ആരാണ് എന്ന്? ആരോ അവർ പറഞ്ഞില്ല, ഇല്ല ഞങ്ങൾക്കറിയില്ല. ഖാല ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു പറയാണ്, ഹാദിഹി ഇംറഅത്തുൻ സമിഅല്ലാഹു ശിക്വാഹാ മിൻ ഫൗഖി സബഇ സമാവാത്, 7 ആകാശങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് അല്ലാഹ് പരാതി കേട്ട സ്ത്രീയാണിത്. അഫയസ്മഉ റബ്ബുൽ ആലമീന ഖൗലഹാ, അവരുടെ പരാതി അല്ലാഹ് കേൾക്കുകയും, വലാ യസ്മഉഹു ഉമർ, അവളൊരു പരാതി പറയുമ്പോൾ ഉമർ കേൾക്കാതെ പോവുകയും ചെയ്യുമോ? അത് പറ്റൂല. നിങ്ങളൊക്കെ ഓതുന്ന സൂറത്തിലെ ഖദ് സമിഅല്ലാഹു ഖൗലൻ ലത്തി തുജാദിലുക ഫീ സൗജിഹാ, ഒരു പെണ്ണ് തർക്കിച്ചു വന്ന് അവളുടെ കാര്യത്തിൽ അല്ലാഹ് അത് കേട്ടു എന്ന് നിങ്ങളൊക്കെ ഓതുന്ന ആയത്തില്ലേ, ആ പെണ്ണാണ് ഈ പെണ്ണ്. അതാണ് ഈ നിൽക്കുന്ന സ്ത്രീ. വൃദ്ധയാണെന്ന് നിങ്ങൾ പറഞ്ഞ ആ സ്ത്രീ എത്രത്തോളം മഹത്വം സ്വഹാബത്തുകൾ കൊടുക്കുകയാണ്. കാരണം വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഇറങ്ങാൻ കാരണക്കാരായ ആളുകളോടുള്ള ബഹുമാനം സ്വഹാബത്ത് കാത്തു സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വഹാബികളെ മുഴുവൻ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടുന്ന ബാധ്യത നമ്മുടേതാണ്. സ്വഹാബികളിൽ ബദറിൽ പങ്കെടുത്തവരുണ്ട്, ഉഹുദിൽ പങ്കെടുത്തവരുണ്ട്. അവരെ കുറിച്ചൊക്കെ കുറെ ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. അവരെ ആയത്ത് കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നും, അവരെ ആയത്ത് ഓതിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല ബദറിലേക്ക് വിശ്വാസികൾ ഇറങ്ങുന്നതിന് മുമ്പ് അവർക്കൊരു ഉറക്കം കൊടുത്തു. അതൊരു ആവേശമായിരുന്നു. നാളെ യുദ്ധം നടക്കുമ്പോൾ ഇന്ന് ആർക്കും ഉറങ്ങാൻ കഴിയില്ല. പക്ഷെ സ്വഹാബത്ത് ഉറങ്ങി, അവർ സുഖമായിട്ട് ഉറങ്ങി. അവർക്ക് മയക്കം കൊടുത്തു അല്ലാഹു തആല. ഇത് ബദറിൽ മാത്രമല്ല, ഉഹുദിലും ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു തആല ആയത്തിറക്കിയാണ്, അല്ലാഹ് 2 സംഘങ്ങളിൽ ഒരു സംഘത്തെ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. 2 സംഘം എന്ന് പറഞ്ഞാൽ ബദറിലേക്ക് പോകുമ്പോൾ ഒന്ന് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഷാമിൽ നിന്നുള്ള കച്ചവട സംഘം, മറ്റൊന്ന് മക്കയിൽ നിന്ന് പുറപ്പെട്ട അബൂജഹലിന്റെ കൂട്ടത്തിലുള്ള അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള മുശ്രിക്കുകളുടെ നേതാക്കന്മാരുടെ സംഘം. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കിട്ടും. അല്ലാഹ് വാക്ക് കൊടുക്കുകയാണ്. എന്നിട്ടോ അതിനുശേഷം അല്ലാഹു തആല പറയാണ്, അല്ലാഹു ഇത് യുഅശ്ശീകുമുൻ നുആസ അമനതൻ, ഇത് യുഅശ്ശീകുമുൻ നാസ അമനതൻ, അല്ലാഹ് നിങ്ങൾക്ക് നിർഭയത്വമായിട്ട് മയക്കം തന്നു, ഉറക്കം തന്നു. വയുനസ്സിലു അലൈക്കും മിനസ് സമാഇ മാഅ, ആകാശത്ത് വെള്ളം ഇറക്കി തന്നു. ബദറിന്റെ തലേ ദിവസം മഴ പെയ്തു, അതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ അനുഭവസ്ഥരാണ് സ്വഹാബത്ത്. മാത്രമല്ല സൂറത്ത് ആലി ഇംറാൻ അല്ലാഹ് പറയുന്നുണ്ട്, പിന്നെ തുമ്മ അൻസല അലൈക്കും മിൻ ബഅദിൽ ഗമ്മി അമനതൻ നുആസൻ യഗ്ശാ ത്വായിഫതൻ മിൻകും, നിങ്ങളിൽ ഒരു വിഭാഗം ആളുകളെ മയക്കം പിടികൂടി. സ്വഹാബികൾ പറയാണ്, ആ മയക്കം എനിക്കുണ്ടായിട്ടുണ്ട്, ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. ആ സന്തോഷം പറയാണ്. ഒരു ആയത്ത് ഇറങ്ങിയപ്പോ ആ ആയത്ത് എന്നെ കുറിച്ചാണ്. അതായത് ഈ അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറയാണ്, കുൻതു മിമ്മൻ അസാബഹു നുആസു യൗമ ഉഹദിൻ, അല്ലാഹ് ഇവിടെ പറഞ്ഞ ഉഹദ് യുദ്ധത്തെ കുറിച്ച് പറഞ്ഞ ഈ ആയത്തില് ചില ആളുകൾക്ക് നാം ഉറക്കം കൊടുത്തു എന്ന് പറഞ്ഞല്ലോ, ആ ഉറക്കം കിട്ടിയവരിൽ ഞാനുമുണ്ട്. വലഖദ് സഖത സൈഫു മിൻ യദി മിറാറാ, എന്റെ കയ്യിൽ നിന്ന് ഞാൻ ഉറങ്ങിയിട്ട് പലതവണ വാള് താഴെ വീണിട്ടുണ്ട്. വാഹുദു, എന്നിട്ട് ഞാൻ അത് എടുക്കും. അപ്പോ ഞങ്ങൾ ചുരുക്കി പറഞ്ഞു പോവുക, സ്വഹാബികൾ ഖുർആനിന്റെ അവതരണങ്ങൾക്ക് സാക്ഷികളായവരാണ്, അതിന് കാരണക്കാരായവരാണ്. അതുകൊണ്ട് തന്നെ അവരാണ് ഏറ്റവും നല്ലവരായി ജീവിച്ചവർ. അവരുടെ ഈമാൻ ആ നിലയ്ക്ക് ശക്തി പ്രാപിച്ചു. അവരെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. പിന്നെ മറഞ്ഞ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നീട് അറിയിച്ചു കൊടുത്ത പല കാര്യങ്ങളും നേരിട്ട് കണ്ട ആളുകൾ, മറഞ്ഞ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിലൂടെ പറഞ്ഞു കൊടുക്കുക. അതിങ്ങനെ അവർ നേരിട്ട് കാണുക, നേരിട്ട് അനുഭവിക്കുക. പലതും അവർ അനുഭവിച്ചു.
മദീനയിൽ നിന്ന് ഒരുപാട് അകലെയുള്ള സ്ഥലമാണ് മുവത്ത. അവിടെ വെച്ചൊരു യുദ്ധമുണ്ടായി, അതാണ് മുവത്ത യുദ്ധം. ആ യുദ്ധത്തിലേക്ക് പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ ഒരുമിച്ച് കൂട്ടിയിട്ട് ആരായിരിക്കണം യുദ്ധത്തിൽ നേതൃത്വം വഹിക്കേണ്ടത് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ആര് കൊടി പിടിക്കണം എന്ന് പറഞ്ഞു കൊടുത്തു. ആദ്യം സെയ്ദ് കൊടിയെടുക്കണം, പിന്നെ ഇന്ന ആള്, 3 ആളുകൾ നിശ്ചയിച്ചു. ഒന്ന് സെയ്ദ് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് ജാഫർ റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. ഈ 3 ആളുകളെ അമീറുമാരാക്കിയിട്ടാ മുവത്ത യുദ്ധത്തിന് പറഞ്ഞയച്ചത്. അവർ മുവത്തയിലേക്ക് എത്തി. യുദ്ധം നടക്കുകയാണ്. നബിയും കുറച്ച് സഹായിമാരും മദീനത്തുണ്ട്. മുവത്ത യുദ്ധത്തിൽ നബി പങ്കെടുത്തിട്ടില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ യുദ്ധത്തിന് പോയിട്ടില്ല. മദീനയിൽ ഇരുന്നു കൊണ്ട് സഹാബികളോട് പറയാം. ഇമാം ബുഖാരിയുടെ ഹദീസ്, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖതബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പ്രസംഗിച്ചു. ആ പ്രസംഗം നടക്കുമ്പോൾ അപ്പുറത്ത് യുദ്ധം നടക്കുക. എവിടെ? മുവത്തയിൽ യുദ്ധം നടക്കുമ്പോൾ മദീനത്തെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് സ്വഹാബികളോട് റസൂൽ പ്രസംഗിക്കുക. എന്താ പ്രസംഗം? സെയ്ദ് റളിയല്ലാഹു അൻഹു കൊടിയെടുത്തു, അദ്ദേഹം ഷഹീദായി. ശേഷം ജാഫർ കൊടിയെടുത്തു, അദ്ദേഹവും ഷഹീദായി. അബ്ദുല്ലാഹി ഇബ്നു റവാഹ, ശേഷം അബ്ദുല്ലാഹി ഇബ്നു റവാഹ കൊടിയെടുത്തു, അദ്ദേഹവും ഷഹീദായി. ഖാലിദ് ഇബ്നുൽ വലീദ്, ശേഷം ഖാലിദ് ഇബ്നുൽ വലീദാണ് കൊടിയെടുത്തത്. മിൻ ഗൈരി ഇംറത്തിൻ, ഞാൻ അദ്ദേഹത്തെ അമീറാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ അമീർമാരെ 3 ആളാക്കിയിട്ടുള്ളൂ. 3 ആളും ഷഹീദായപ്പോഴോ ഇനി ആരും അമീർമാർ നിശ്ചയിക്കപ്പെട്ടവരില്ല. അപ്പൊ അദ്ദേഹം സ്വയം ആ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ഖാലിദ് ഇബ്നുൽ വലീദ് എന്ത് ചെയ്തു? കൊടിയെടുത്തു. ഫഫുതിഹ അലൈഹി, അങ്ങനെ അദ്ദേഹത്തിലൂടെ മുവത്തയിൽ അല്ലാഹു തആല വിജയം നൽകുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോൾ വഇന്ന ഐനൈഹി ലതദ്രിഫാൻ, നബി ഇങ്ങനെ കരയുന്നുണ്ടായിരുന്നു. കാരണം സെയ്ദ് റളിയല്ലാഹു അൻഹു പ്രവാചകന് വേണ്ടപ്പെട്ട സ്വഹാബിയായിരുന്നു. ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹവും പ്രവാചകന്റെ എളാപ്പാന്റെ മകനാണ്. അബൂ ത്വാലിബിന്റെ മകനാണ് ജാഫർ റളിയല്ലാഹു അൻഹു. അബു ജാഫറിനെ കൂടുതൽ ഇസ്ലാമിലേക്ക് വന്ന ശേഷം കൂടുതൽ ഒപ്പം കിട്ടിയിട്ടില്ല. കാരണം നബി ജാഫർ റളിയല്ലാഹു അൻഹു അബീസിലയിലേക്ക് ഹിജ്റ പോയാൽ കൊണ്ടുവന്നപ്പെട്ടതാണ്. ആ അബീസിലയിലായിരുന്നു അദ്ദേഹം. പിന്നീട് ആ അബീസിലയിൽ നിന്നാണ് പിന്നെ മദീനത്തേക്ക് അദ്ദേഹം വരുന്നത്. അതിനുശേഷമാണ് യുദ്ധം ഉണ്ടാകുന്നത്. ഉടനെ ഷഹീദാവുകയും ചെയ്തു. പ്രവാചകൻ ആ ജാഫറിന്റെ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ മക്കളെ കാണുമ്പോൾ കരയാറുണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് മരിച്ച ദിവസം പോലും പറഞ്ഞത്, ജാഫറിന്റെ കുടുംബത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. ആ മക്കൾക്ക് വിഷമുണ്ടാകുന്ന സംഗതി ഉണ്ടായിട്ടുണ്ട്. ആ കുട്ടികളെ അണച്ചു പിടിക്കാറുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സംഭവം ഞാൻ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാല്, മുവത്തയിൽ യുദ്ധം നടക്കുമ്പോ മദീനത്ത് നിന്നിട്ട് പറയണത്. എന്നിട്ട് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് എന്താണോ മിമ്പറിൽ നിന്ന് പറഞ്ഞത് അത് അതേപോലെ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഒരു വ്യത്യാസവും ഇല്ലാണ്ട്. അതിന്റെ അർത്ഥം എന്താ? ഈ പ്രവാചകൻ സത്യമാണ്. ഈ പ്രവാചകൻ ആ ഖബറുണ്ടെന്ന് പറഞ്ഞത്, ഈ പ്രവാചകൻ ആ മരണാനന്തര ജീവിതമുണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ അതിൽ ഉറച്ചു വിശ്വസിക്കും എന്ന ബോധത്തോടു കൂടി പ്രവാചകന്റെ ഓരോ വാക്കുകളെയും നെഞ്ചിലേറ്റി ഈമാനിന്റെ പൂർത്തീകരണമായി ജീവിച്ച സ്വഹാബികൾ അവരെ പോലെ ഇനി തന്നെ വേറെ വരാനില്ല. കാരണം ഈ നേരത്തെ പറഞ്ഞ വഹീന് സാക്ഷികളായവർ, അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം കൃത്യമായി നേരിട്ട് കണ്ടവരായിരുന്നു അവർ. കിസ്റയുടെ 2 ഉദ്യോഗസ്ഥന്മാർ നബിയെ കാണാൻ വന്നു. കിസ്റ ചക്രവർത്തിയുടെ 2 ഉദ്യോഗസ്ഥന്മാർ അംബാസഡർമാരായിട്ട് നബിയുടെ അടുക്കിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഇതാ ഇന്ന് നിങ്ങളുടെ നേതാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു. കിസ്റ ചക്രവർത്തി കൊല്ലപ്പെട്ട ദിവസമാണ്. അത് പ്രവാചകൻ ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞു. അവർ തിരിച്ചുപോയി. പിന്നീട് അവർക്ക് വാർത്ത കിട്ടുന്നത് അയാൾ മരിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത. അത് എവിടുന്ന നബിക്ക് കിട്ടിയത്? അത് വഹിയാണ്. അത് മറഞ്ഞ കാര്യമാണ്. നബി മറഞ്ഞ കാര്യം അറിഞ്ഞിട്ടല്ല, അള്ളാഹ് വഹീനോട് അറിയിക്കുന്നു. അപ്പൊ ആ ഒരു വഹീന്റെ ബന്ധം അള്ളാഹു പ്രവാചകൻ തമ്മിലുള്ളത് അത് നേരിട്ട് അനുഭവിച്ചവരാ സ്വഹാബികൾ. നമ്മളിന്നിങ്ങനെ ആയത്തിലൂടെ ഓതി കേൾക്കുകയാണ്, ഹദീസിലൂടെ കാണുമ്പോൾ നമുക്ക് അത്ര പ്രാധാന്യം തോന്നൂല. അവർ നേരിട്ട് അനുഭവിച്ചറിയുകയായിരുന്നു ഓരോ കാര്യങ്ങളും. അതുപോലെ തന്നെ ഒട്ടനവധി മുഅ്ജിസത്തുകൾക്ക് നേരിട്ട് സാക്ഷികളായ ആളുകളാണ് സ്വഹാബികൾ. ഇൻഷാ അല്ലാഹ് ഇതുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. ഒട്ടനവധി മുഅ്ജിസത്തുകൾക്ക് നേരിട്ട് സാക്ഷികളായവരാണ് സ്വഹാബിമാർ. നമ്മള് മുഅ്ജിസത്ത് ഇങ്ങനെ കേൾക്കുക,
നമ്മൾ കറാമത്ത് ഇപ്പൊ കേൾക്കാറുണ്ട്, അങ്ങനെ ആയിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഉണ്ടായിത്രേ എന്നൊക്കെ പറയാറുണ്ട് ഈ പല ആളുകളെ കുറിച്ചും. ഇത് അതൊന്നുമല്ല. സ്വഹാബത്ത് മുഅ്ജിസത്ത് നേരിട്ട് കാണാം. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഇൻഷഖൽ ഖമർ അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷിഖ്ഖതൈൻ, പ്രവാചകന്റെ കാലഘട്ടത്തിൽ ചന്ദ്രൻ രണ്ട് ഭാഗമായി പിളർന്നു. ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് നബി പറഞ്ഞു, ഇശ്ഹദു, കണ്ടുകൊള്ളുക. മിനായുടെ കുന്നിന്റെ ഒരു ഭാഗത്ത് ഒരു കഷ്ണവും മറുഭാഗത്ത് മറ്റൊരു കഷ്ണവും. അന്ന് അവർ നേരിട്ട് കണ്ടു. അതവർ അംഗീകരിച്ചു. സ്വഹാബത്ത് താബീന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ 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 പറഞ്ഞു കൊടുത്തത് കൊണ്ടാ ബുഖാരിന്റെ ഹദീസിൽ ഇത് വന്നത്. ഇപ്പൊ പറയാ ചന്ദ്രന് അടയാളമൊന്നുമില്ല, അതുകൊണ്ട് പിളർന്നിട്ടില്ല. അത് ഭയങ്കര ബുദ്ധിയാണ്. ചില ആൾക്കാർ ബുദ്ധി കൊണ്ട് നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിന്റെ പൂർത്തീകരണം വരുമ്പോ നമുക്കതൊക്കെ ബോധ്യപ്പെടും. അപ്പോ പറഞ്ഞു വരുന്നത്, നമ്മൾ കേട്ടിട്ടുള്ളൂ, നമ്മൾ ഹദീസിലാ കാണുന്നത് ചന്ദ്രൻ പിളർന്നത്. പക്ഷെ സ്വഹാബത്ത് കണ്ടതോ ആകാശത്താ ചന്ദ്രൻ പിളർന്നു നിൽക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ മദീനത്തേക്ക് ഹിജ്റ വന്ന ശേഷം അവിടെ ഖുബാ പള്ളിയിൽ, അതാണല്ലോ ആദ്യം ഉണ്ടാക്കിയ പള്ളി. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന വഴിക്ക് ജുമുഅ നടന്നു, അവിടെ മസ്ജിദ് ജുമുഅ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് മദീനത്ത് എത്തുന്നത്. മദീനയിലാണ് മസ്ജിദ് നബവി. ആ മസ്ജിദ് നബവിയിൽ ജുമുഅ തുടങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ പറയാൻ വേണ്ടിയിട്ട് ഒരു മിമ്പർ ഉണ്ടായിരുന്നു. ആ മിമ്പർ ഒരു ഈത്തപ്പന മരത്തിന്റെ കുറ്റിയായിരുന്നു. കാരണം അന്ന് പള്ളിന്റെ ചുമര് ഈത്തപ്പനന്റെ കഷ്ണങ്ങള്, പള്ളിന്റെ മേൽക്കൂര ഈത്തപ്പനന്റെ ഓല, ഈത്തപ്പനന്റെ പട്ട, അങ്ങനെ ഓരോ ഒക്കെ ഈത്തപ്പന മരത്തിന്റെയാണ്. അപ്പൊ ഈ മിമ്പർ ഏതാണ്? മിമ്പർ ഈത്തപ്പനന്റെ ഒരു കുറ്റിയാണ്. ആ കുറ്റി വെച്ചിട്ട് അതിന്റെ മുകളില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി നിൽക്കുകയാണ്. അങ്ങനെ ഖുതുബ പറയും എല്ലാ ആഴ്ചയും. ഒരു ദിവസം ഒരാൾ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ നിങ്ങൾക്കൊരു മിമ്പർ ഉണ്ടാക്കി കൊടുത്തരട്ടെ, ഞാൻ നിങ്ങൾക്കൊരു മിമ്പർ കൊണ്ടുവന്ന് തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ആഴ്ച ഈ ആൾ എന്ത് ചെയ്തു? പുതിയ മിമ്പർ കൊണ്ടുവന്നു. അപ്പൊ ഈത്തപ്പന മരത്തിന്റെ കുറ്റി എടുത്തിട്ട് സൈഡിലേക്ക് മാറ്റി വെച്ചു. സൈഡിലേക്ക് മാറ്റി വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുതിയ മിമ്പറിൽ കയറിയിട്ട് ഖുതുബ പറയാൻ തുടങ്ങിയപ്പോ ഇമാം ബുഖാരിന്റെ ഹദീസ് കാണാം. സ്വഹാബികൾ പറയാം, നബി ഖുതുബ പറയാൻ തുടങ്ങിയപ്പോ താഴ്ന്ന ഒരു കരച്ചിൽ ഇങ്ങനെ കേൾക്കാണ്ട്, ഇഷാറ് കരയുന്ന പോലെ. ഇഷാർ എന്ന് പറഞ്ഞാൽ ചെറിയ ഒട്ടകത്തിന്റെ കുട്ടിക്കാൻ പറയാം. ഒട്ടകത്തിന്റെ കുട്ടി കരയുന്ന പോലെ ഒരു കരച്ചിൽ ഇങ്ങനെ കേൾക്കാണ്ട്. ഞങ്ങൾ നോക്കുമ്പോ എന്താ, ആ ഈത്തപ്പനന്റെ കുറ്റി ഇരുന്ന് കരയാണ്. കാരണം അത്രയും ആഴ്ചകൾ പ്രവാചകന്റെ പാദസ്പർശമേറ്റ് നബി അതിന്റെ മുകളിൽ കയറി നിന്ന് ഖുതുബ പറഞ്ഞല്ലേ. ഇന്ന് അതിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു. ആ വിഷമം കൊണ്ട് ആ ഈത്തപ്പന മരത്തിന്റെ കുറ്റി ഇരുന്ന് കരയാം. ഇതൊരു മുഅ്ജിസത്ത്, അത് മേജിക്കൊന്നല്ല, ഇത് മുഅ്ജിസത്താണ്. ആ മരത്തിന്റെ കുറ്റി കരയുന്നു. ഹത്താ ജാഅ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ മിമ്പറിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഫവദഅ യദഹു അലൈഹാ, ആ ഈത്തപ്പന മരത്തിന് മുകളിൽ തന്റെ കൈ ഇങ്ങനെ വെച്ചപ്പോ ഫസകരത്, അത് ശബ്ദമായി, കരച്ചിൽ നിർത്തി. വേറെ ചില റിപ്പോർട്ടുകളിൽ നബി അതിനങ്ങനെ തന്നിലേക്ക് അണച്ചു പിടിച്ചു. അപ്പൊ കരയുന്ന കുട്ടിയെ ഉമ്മ അണച്ചു പിടിക്കുമ്പോൾ തേങ്ങി തേങ്ങി കരച്ചിൽ നിർത്തുന്ന പോലെ ഈത്തപ്പന മരത്തിന്റെ കുട്ടി കരച്ചിൽ നിർത്തി. ഇത് കണ്ട സ്വഹാബികൾക്ക് എപ്പോഴെങ്കിലും ആ പ്രവാചകൻ പറഞ്ഞ വാക്കിൽ ഇത് ബുദ്ധിക്കെതിരെ തോന്നോ? ആ സ്വഹാബത്ത് എന്ത് പ്രവാചകനിൽ നിന്ന് കണ്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്തു തന്നാലും അത് സ്വീകരിച്ചുകൂടെ? അതാണ് ഇനി നമ്മുടെ ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള വിഷയങ്ങൾ. അപ്പൊ മുഅ്ജിസത്തുകൾ നേരിട്ട് കാണാൻ അവര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ പ്രവാചകനോട് സലാം പറയുന്ന കല്ല്, ഒരു കല്ല് സലാം പറയാണ്. നബി പറയുന്നുണ്ട്, മക്കയിൽ ഒരു കല്ല് എനിക്കറിയാം, അത് എന്നോട് സലാം പറയുമായിരുന്നു. അത് കണ്ട സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോ മുകൾ ഭാഗത്ത് നിന്ന് വെയിൽ തട്ടാതിരിക്കാൻ മേഘം പ്രവാചകന്റെ കൂടെ പോയിട്ട് അത് കണ്ട സ്വഹാബികൾക്ക് ആ പ്രവാചകന്റെ പിന്നെ എന്താ സംശയമുള്ളത്? ആ നബി പറഞ്ഞ എല്ലാം സ്വീകരിക്കൂലേ? ആ നബി പറയാ, നിങ്ങൾ ഈ കർമ്മം ചെയ്യണം സ്വർഗമുണ്ട്, ഈ കർമ്മം ചെയ്യണം സ്വർഗമുണ്ട്, ഇത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. അവർ സ്വീകരിക്കുമ്പോൾ സംശയമില്ല. അത്രക്ക് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അനുഭവിച്ചവരും ഉൾക്കൊണ്ടവരുമാണ് അവർ. ഖൈബർ യുദ്ധം നടക്കുമ്പോ, അതായത് ഖൈബർ യുദ്ധമല്ല, പിന്നെ ഖന്ദഖ് യുദ്ധം, അതായത് അഹ്സാബ് യുദ്ധം. അഹ്സാബ് യുദ്ധത്തിന്റെ മറ്റൊരു പേരാണ് ഖന്ദഖ് യുദ്ധം. ആ അഹ്സാബ് യുദ്ധം നടക്കുന്ന സന്ദർഭത്തില് കിടങ്ങൊക്കെ കുഴിച്ച് സ്വഹാബികളൊക്കെ അവിടെ നിൽക്കുകയാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വീട്ടിലുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയും സ്വഹാബികളെ അവിടെ വിശന്ന് നിൽക്കുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുക, എന്തെങ്കിലും ഇവിടെ ഉണ്ടോ?
ഇതാ കുറച്ചൊരു ആട് ഉണ്ട്, പിന്നെ കുറച്ച് മാവ് ഉണ്ട്, ഒക്കെ റൊട്ടി ഉണ്ടാക്കാം, നിങ്ങൾ നബിനെ വിളിച്ചു വരി. ഇത് ഇമാം മുസ്ലിമിന്റെ 4436 സുദീർഘമായ വലിയ ഹദീസാണ്, ഹദീസ് വായിക്കുന്നില്ല. ഭാര്യ പറഞ്ഞു നിങ്ങൾ പോയിട്ട് നബിനെ വിളിച്ചു വരി. പിന്നെ ഇവിടെ സംഗതി കുറച്ചുള്ളൂ, നിങ്ങൾ എന്നെ വശമാക്കരുത്, എല്ലാവരെയും കൂടി വിളിച്ചിട്ട് എന്ന് പ്രത്യേകം പറയുകയും ചെയ്തു. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു അഹ്സാബ് യുദ്ധത്തിന്റെ ആ സ്ഥലത്ത് എന്നിട്ട് നബിയോട് സ്വകാര്യം പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നാ ഖദ് ദബഹ്നാ ബഹീമത്തൻ ലനാ വതുഹിനത്, ഞങ്ങളുടെ ഒരു മൃഗത്തെ നിങ്ങൾക്ക് വേണ്ടി അറുത്തിട്ടുണ്ട്, അതേപോലെ മാംസവും കുഴച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് നിങ്ങൾ ഒന്ന് വരണം. ഇത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്നിട്ട് ഉറക്കെ വിളിച്ചു പറയാം, യാ അഹ്ലൽ ഖന്ദഖ്, അല്ലയോ ഖന്ദഖുകാരെ, ഇന്ന ജാബിറൻ ഖദ് സനഅ ലക്കും സൂറ, ജാബിർ നിങ്ങൾക്കിതാ ഭക്ഷണം പാകം ചെയ്തിരിക്കുന്നു, എല്ലാവരും വരീൻ. ഭാര്യ പ്രത്യേകം പറഞ്ഞത് ഞങ്ങൾ എന്നെ വശമാക്കരുത്, ആകെ കുറച്ച് ആൾക്കുള്ള ഭക്ഷണമാണ്. നബിയാണെങ്കിൽ അത് ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തു. അവർ പറയാണ്, ജാബിർ പറയാ, എല്ലാവരും അവിടെ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ വീട്ടിലെത്തുവോളം നിങ്ങൾ ആ പാകം ചെയ്ത റൊട്ടി, കുഴച്ചു വെച്ച മാവ് എടുക്കരുത്, അടുപ്പത്ത് വെച്ച ഇറച്ചി ഞാൻ വരുവോളം എടുക്കരുത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് തന്റെ കൈ കൊണ്ട് അത് എടുത്തിട്ട് അതിന്ന് എടുത്ത് സ്വഹാബികളുടെ കയ്യിൽ കൊടുത്തു. അയാൾ ആ സ്വഹാബി ഇത് കഴിക്കുകയാണ്. കഴിച്ചിട്ട് നബി മാത്രം വാങ്ങി അടുത്ത ആൾ കൊടുക്കും. അപ്പം നിറഞ്ഞു അടുത്ത ആൾ കൊടുക്കും, പിന്നെ വീണ്ടും നിറയാം. അവിടെ ഒരുമിച്ച് കൂടി 1000-ലധികം വരുന്ന സ്വഹാബത്ത് അത് കഴിച്ചു എന്നാ. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, ജാബിറിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിന്റെ ഭാര്യക്ക് കൊടുക്ക്, ഇനി അവളും കഴിക്കട്ടെ. ഈ മുഅജ്ജത്ത് നേരിട്ട് കണ്ട് അനുഭവിച്ച സ്വഹാബികൾക്ക് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കുമോ അതോ ഈമാൻ കുറയുമോ? ഇനി അവരെ പോലെയുള്ള ഒരാളുകളെ നമ്മൾ മാതൃകയാക്കണോ അതോ ഇനി അവരെ വേറെ ചില അഭിപ്രായങ്ങളൊക്കെ എന്നാലും അങ്ങനെയല്ലേ എന്ന് പറയുന്ന അഭിപ്രായം പിൽക്കാലത്ത് വരുമ്പോൾ ആ അഭിപ്രായത്തെ നമ്മൾ സ്വീകരിക്കണമോ എന്ന് നമ്മൾ സ്വയം വിലയിരുത്തുക. സഹോദരന്മാരെ, സമയം വൈകിയിട്ടുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് പിന്നെ നമുക്ക് ഈ വിഷയത്തിന്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ദീന് നമുക്ക് കൃത്യമായി പഠിക്കാനും അത് നമ്മുടെ ജീവിതത്തിലെ ഒരു നന്മയ്ക്ക് കാരണമായി തീരാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ എല്ലാ നിലക്കുമുള്ള ഹൈറും ബറക്കത്തും നന്മയും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമുക്ക് പിന്നെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ ആ സദസ്സിലുള്ള ഇരുത്തം നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ പോലും കാരണമാണ്. മാത്രമല്ല നമുക്ക് ഏതിലൂടെയാണ് ഇപ്പൊ പറയുന്ന ആളുകൾ പിന്നെ കേൾക്കുന്ന ആളുകൾ എല്ലാവരും നന്മ ചെയ്യേണ്ടവരാണ്. അപ്പൊ ആർക്ക് ഏതിലൂടെയാണ് പ്രചോദനം കിട്ടുക പറയാൻ പറ്റൂലല്ലോ. ഇപ്പൊ ചില പോയിന്റുകളായിരിക്കാം, അല്ലെങ്കിൽ ചില നിമിഷങ്ങളായിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും ഒരു ക്ലാസ് ആയിരിക്കാം. അത് പറയുന്ന ആളുകൾക്കും കേൾക്കുന്ന ആളുകൾക്കൊക്കെ അങ്ങനെ പരലോകത്തേക്ക് ഉപകാരപ്രദമായി മാറും. അതുകൊണ്ട് തുടർന്നുള്ള നമ്മുടെ ക്ലാസ്സുകളിലും കൃത്യമായി ഉണ്ടാകണമെന്നുകൂടി ഉണർത്തുകയാണ്. അള്ളാഹു കൂടുതൽ പഠിക്കാനും കൂടുതൽ അറിവ് നേടാനും അതിലൂടെ നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്താനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ